ക്രിസ്തുവിനായി, പ്രവർത്തിച്ചാൽ ക്രിസ്തുവിനായി, മരിച്ചാൽ ക്രിസ്തുവിനായി. പ്രൈസ് ദി ലോർഡ്. ട്രൂത്ത് ഫൈറ്റേഴ്സിൻ്റെ എല്ലാ പ്രേക്ഷകർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങളുടെ സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്നു. ഇന്ന് നിങ്ങളുടെ മുൻപാകെ ഞങ്ങൾ കടന്നു വന്നിരിക്കുന്നത് ഒരു ചെറിയ ഇൻ്റർവ്യൂവുമായിട്ടാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും പരിചിതനായ ക്രിസ്തീയ ന്യായവാദ മേഖലയിൽ തൻ്റേതാകുന്ന വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുള്ള തേക്കടിയിലച്ഛൻ ജോൺസൺ തേക്കടിയിലച്ഛനുമായിട്ട് ഒരു ചെറിയ ഇൻ്റർവ്യൂവിനുള്ള അവസരം നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അദ്ദേഹം കഴിഞ്ഞ ചില ദിവസങ്ങളായി ദീർഘദൂര യാത്ര കഴിഞ്ഞ് ഇന്ന് കേരളത്തിൽ എത്തിയിട്ടേ ഉള്ളൂ. വന്നെന്നറിഞ്ഞപ്പോഴേ നമ്മൾ അദ്ദേഹത്തെ കണ്ടു. അദ്ദേഹത്തോട് ഒരു ചെറിയ ഇൻ്റർവ്യൂവിനുള്ള അവസരം ചോദിച്ചു. അദ്ദേഹം വളരെ സന്തോഷത്തോടു കൂടെ ആ ഇൻ്റർവ്യൂ നമുക്ക് തന്നിരിക്കുകയാണ്. ചില ചോദ്യങ്ങൾ അല്പസമയം നമ്മളോട് ഒരുമിച്ച് ചില ചോദ്യങ്ങൾക്ക് മറുപടി പറയാമെന്ന് അദ്ദേഹം ഏറ്റിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം നമ്മുടെ കൂട്ടത്തിലുണ്ട്. അച്ചു, പ്രൈസ് ദി ലോർഡ്. കർത്താവിനെ നാം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കഴിഞ്ഞ ചില ദിവസങ്ങളായി വളരെ യാത്ര ചെയ്ത് വന്നിരിക്കുകയാണെന്നറിയാം. യാത്ര ചെയ്ത് ഛത്തീസ്ഗഡിലേക്കാണെന്ന് ഞങ്ങൾ അറിഞ്ഞു. നാരായൺപൂർ ജില്ലയിലാണ് പോയതെന്ന് ഞങ്ങൾ അറിഞ്ഞു. അപ്പോൾ അത് സംബന്ധിച്ച് ചില കാര്യങ്ങളാണ് അറിയേണ്ടത്. ജനുവരി ആദ്യ വീക്കിൽ നടന്ന ക്രൈസ്തവ പീഡനത്തെ സംബന്ധിച്ച് നേരിട്ട് പോയി കാര്യങ്ങൾ കണ്ട് മനസ്സിലാക്കി തിരിച്ചു വന്നിരിക്കുകയാണല്ലോ. അപ്പോൾ തീർച്ചയായിട്ടും ഞങ്ങൾക്ക് മാത്രമല്ല, കേരളത്തിലെ എല്ലാ പ്രേക്ഷകർക്കും, ട്രൂത്ത് ഫൈറ്റേഴ്സിൻ്റെ എല്ലാ പ്രേക്ഷകർക്കും നിജസ്ഥിതി അറിയാനൊരു വലിയ താല്പര്യമുണ്ട്. അപ്പോൾ അങ്ങ് ആ വിഷയത്തിൽ ഞാൻ ചില കാര്യങ്ങൾ ചോദിക്കുക, അതിന് മറുപടി തരുമെന്ന് ആഗ്രഹത്തിലാണ് ഇവിടെ ഇരിക്കുന്നത്. ഓക്കെ, ആ യാത്രയിൽ ആരൊക്കെയാണ് കേരളത്തിൽ നിന്ന് കൂടുതലുണ്ടായിരുന്നത്? എല്ലാ പ്രേക്ഷകർക്കും എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുകയാണ്. അഡ്വക്കേറ്റ് ജസ്റ്റിൻ പള്ളിവാതിക്കലും ഞാനും കൂടിയാണ് ഇവിടുന്ന് യാത്ര പുറപ്പെട്ടത്. ഞങ്ങളുടെ യാത്രയിൽ ഒരു വിശിഷ്ട അതിഥി കൂടെ ഞങ്ങൾക്ക് പരിചയപ്പെടാൻ സാധിച്ചു. നമ്മുടെ ബഹുമാനനായ ഗോവ ഗവർണർ സാറുമായിട്ട് ഞങ്ങൾ പല കാര്യങ്ങളും, പ്രത്യേകിച്ച് ഞങ്ങളുടെ യാത്രയെക്കുറിച്ചുള്ള കാര്യങ്ങളും ഡിസ്കസ് ചെയ്യാനിടയായി. അദ്ദേഹം ഗോവയിൽ ഇറങ്ങി, ഞങ്ങൾ ഛത്തീസ്ഗഡിനും പോയി. അദ്ദേഹത്തിൻ്റെ പേരൊന്ന് പറയുമോ? നമ്മുടെ അഡ്വക്കേറ്റ് ശ്രീധരൻപിള്ള സാർ. താങ്ക് യു. അന്ന് എത്ര ദിവസം ഉണ്ടായിരുന്നു ഞങ്ങൾ? കഴിഞ്ഞ തിങ്കളാഴ്ച മുതൽ ഇന്നലെ രാത്രി വരെ പ്രദേശങ്ങളിൽ പല ജില്ലകളിലും അതുപോലെ അതിൻ്റെ തലസ്ഥാനമായിരിക്കുന്ന റെയ്പൂരിലും ഉണ്ടായിരുന്നു. ഈ യാത്ര UCFൻ്റെ നേതൃത്വം എന്നുള്ള നിലയിലാണോ അതോ ജസ്റ്റിൻ പള്ളിവാതിക്കലും അങ്ങും വ്യക്തിപരമായ ഒരു താല്പര്യം കൊണ്ട് യാത്ര ചെയ്തതാണ്? ഞങ്ങൾ വ്യക്തിപരമായ താല്പര്യത്തിലാണ് പോയത്. എന്നാൽ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ എന്തിൻ്റെ കെയർ ഓഫിലാണ് നിങ്ങൾ വന്നത് എന്നുള്ള ചോദ്യം പല മേഖലകളിൽ നിന്നുണ്ടായി. അപ്പോൾ ആ മേഖലകൾക്ക് ഉത്തരം കൊടുക്കേണ്ടുന്ന ഉത്തരവാദിത്വം ഉണ്ടായിരുന്നുകൊണ്ട് ഞാൻ എക്ലീസിയ യുണൈറ്റഡ് ഫോറത്തിൻ്റെ ചെയർമാൻ എന്നുള്ള നിലയും അദ്ദേഹം UCFൻ്റെ പ്രസിഡന്റ് എന്നുള്ള നിലയിലുമാണെന്നുള്ളത് ഞങ്ങൾക്ക് വിശദീകരിക്കുകയും വ്യക്തമാക്കുകയും ചെയ്യേണ്ടി വന്നു. പത്രസമ്മേളനം വിളിച്ചപ്പോഴായാലും പോലീസ് അധികാരികളെ കാണുന്ന കാര്യത്തിലും മറ്റുള്ള അതോറിറ്റീസിൻ്റെ അടുക്കൽ ചെല്ലുമ്പോഴും ആ വിധത്തിൽ മാത്രമേ ഞങ്ങളെ കിടത്തി വിട്ടുകൊള്ളായിരുന്നു. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത്. ഞങ്ങൾ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയുടെ പ്രതിനിധികളായിട്ടാണ് ഇവിടുന്ന് ആക്ച്വലി പോയിരിക്കുന്നത്. ഞങ്ങൾ മടങ്ങി വന്നിരിക്കുന്നതും അങ്ങനെ തന്നെയാണ്. തീർച്ചയായിട്ടും അതിൽ സന്തോഷമുള്ള നമുക്കുള്ളൂ. മറ്റൊരു കാര്യം ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്, അവിടെ ചെന്ന എല്ലാ സ്ഥലങ്ങളുടെയും പേരൊരു പക്ഷേ ഓർമ്മ കാണില്ല, പറയാൻ പറ്റില്ല. ഏതൊക്കെ ജില്ലകളിലാണ് ഈ പ്രശ്നാധിഷ്ഠിത മേഖല എന്ന് പറയാൻ പറ്റുന്നത്? ഞങ്ങൾ ആദ്യം പോയത് ജഗദൽപൂർ എന്ന് പറയുന്ന സ്ഥലത്താണ്. അവിടെ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായ സ്ഥലം തന്നെയാണ്. പല മേഖലകളിലുള്ളിൽ അവിടെ ഞങ്ങൾ പോയി ഒരു പാസ്റ്ററുടെ, അദ്ദേഹത്തിൻ്റെ വിശ്വാസികളല്ല, മറ്റു പല ഗ്രാമങ്ങളിൽ നിന്ന് അദ്ദേഹത്തിന് അഭയം തേടി വന്ന ആളുകളെ കാണാനിടയായി. അതോടൊപ്പം തന്നെ അവിടുത്തെ വികാരി ജനറൽ അച്ഛനുമായിട്ട് ഞങ്ങൾ സംസാരിച്ചു. അവിടുത്തെ സിസ്റ്റേഴ്സുമായിട്ടും അച്ഛന്മാരുമായിട്ടും പിറ്റേ ദിവസം ഞങ്ങൾക്കൊരു ചെറിയ മീറ്റിംഗ്, കൂടിക്കാഴ്ച ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ ജിം മാത്യു ബ്രദറാണ്, അദ്ദേഹം ബ്രദറൻ സഭയുടെ ഒരു ഇവാഞ്ചലിസ്റ്റാണ്. അദ്ദേഹമാണ് ഞങ്ങളെ അദ്ദേഹത്തിൻ്റെ ഭവനത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോയതും ഞങ്ങൾക്ക് ആതിഥ്യം അരുളിയതൊക്കെ. ഞാനത് ചോദിക്കാനിരിക്കുകയായിരുന്നു. അവിടെ നിങ്ങളെ വിസിറ്റ് ചെയ്തപ്പോൾ സഹായിക്കാൻ എല്ലാ സഭാവിഭാഗത്തിൽ നിന്നുള്ള ആളുകൾ ഉണ്ടായിരുന്നു. എല്ലാ സഭാവിഭാഗങ്ങളിലും. എന്നാൽ ആരായിരുന്നു ഗൈഡായിട്ട് നിങ്ങൾക്ക് ഈ കാര്യങ്ങൾ? ബ്രദർ ജിം മാത്യു ആണ് ത്രൂ ഔട്ട് ഉണ്ടായിരുന്നത്. അദ്ദേഹം എൻ്റെ ഒരു ഏറ്റവും വേണ്ടപ്പെട്ട ഡോക്ടർ ബാബു വർഗീസ് അങ്കിളിൻ്റെ റിലേറ്റീവാണ്. അതുകൊണ്ട് ആ ഒരു ബന്ധത്തിലാണ് കൊണ്ടുപോയത്. പിന്നെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അച്ഛന്മാർ പലരും എൻ്റെ സ്നേഹിതന്മാരായിട്ടുള്ള അച്ഛന്മാരുണ്ടെന്നുള്ളത് അറിയാനിടയായി. സിസ്റ്റേഴ്സ്, നമ്മുടെ ശ്രീ MM ജെറാൾഡിൻ്റെ സഹോദരി അവിടെ ഒരു സിസ്റ്ററാണ്, സിസ്റ്റർ റെജീന. അപ്പോൾ അതൊക്കെ നമ്മുടെ ഒരു കുടുംബാംഗങ്ങളെ പോലെ തന്നെ ഉള്ളവരാണ്. നിലവിൽ അവിടുത്തെ വിശ്വാസികളുടെ സ്ഥിതി എന്താണ്? എല്ലാവർക്കും അറിയാൻ വളരെ താല്പര്യമുള്ളതാണ്. അവരുടെ ആ ശാരീരിക സ്ഥിതി, അവരുടെ നിലവിലെ മാനസിക സ്ഥിതി, അവരുടെ ആത്മീക സ്ഥിതി, അത് നേരിട്ട് കണ്ടവർ പറയുമ്പോഴാണല്ലോ എല്ലാവർക്കും അവിടെ പോകാൻ പറ്റത്തില്ല. എന്താണ് അവരുടെ സ്ഥിതി? അത് വളരെ നമ്മളെ ഇമോഷണലാക്കുന്ന ചില ചോദ്യമാണ്. കാരണം നമ്മൾ കണ്ട കാഴ്ചകൾ വളരെ വേദനാജനകമായിട്ടുള്ളത് തന്നെയാണ്.
സ്വന്തം ഭവനവും ഗ്രാമവും വിട്ട് മറ്റുള്ള സ്ഥലങ്ങളിലേക്ക് അഭയാർത്ഥികളായിട്ട് കുഞ്ഞുങ്ങളെ എടുത്തുകൊണ്ട് എല്ലാം നഷ്ടപ്പെട്ടവരായിട്ട് വന്ന് താമസിക്കേണ്ടുന്ന, അതും ആഴ്ചകളോളം. കഴിഞ്ഞ ഡിസംബർ 24 മുതൽ 17 കുടുംബം ചെറിയൊരു വീട്ടിൽ കുഞ്ഞുങ്ങളും വല്യപ്പന്മാരും വല്യമ്മമാരും സഹോദരികളും എല്ലാവരും കൂടി ഒരുമിച്ച് പാർക്കുന്ന അവസ്ഥ. ചില സമയത്ത് അവർക്ക് ആഹാരം ഉണ്ടാവും, ചിലപ്പോൾ ആഹാരം ഉണ്ടാകുകയില്ല. തളർന്നിരിക്കുന്ന കുഞ്ഞുങ്ങളുണ്ട്. പക്ഷേ അവരുടെ ഉള്ളിൽ ക്രിസ്തു ജീവിക്കുന്നു എന്നുള്ളത് അവരുടെ മുഖത്തെ തേജസ് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. കഷ്ടങ്ങളിലും സന്തോഷിക്കുന്ന ഒരു സമൂഹമാണ് അവർ. അതുപോലെ തന്നെ ഗ്രൗണ്ടിലായിരുന്നു കുറേ ദിവസങ്ങൾ. അവിടെ ഞങ്ങൾ ചെല്ലുമ്പോൾ 13 ഡിഗ്രിയാണ് അവിടുത്തെ തണുപ്പ്. ആ തണുപ്പത്ത് ഗ്രൗണ്ടിൽ ഇവർ പായില്ല, ചാക്ക കഷ്ണങ്ങൾ വിരിച്ച് അതുതന്നെ പുതച്ച് കിടക്കുന്ന അവസ്ഥകളും അവർക്കുണ്ടായിരുന്നു. ഞങ്ങൾ ചെല്ലുന്നതിന് മുമ്പ് അവിടെ തണുപ്പ് കുറച്ചും കൂടെ, ഡിസംബറിലെ തണുപ്പ് കുറച്ചും കൂടെ രൂക്ഷമായിരുന്നു. അപ്പം അങ്ങനെയുള്ള സാഹചര്യത്തിലായിരുന്നു അവർ കൂടുതൽ ആളുകളും താമസിച്ചിരുന്നത്. നമ്മൾ പലപ്പോഴും ഈ പലായനങ്ങൾ യുദ്ധപ്രദേശത്ത് നിന്ന്, അതുപോലെ വലിയ ടെററിസ്റ്റുകൾ ആക്രമണം നടക്കുമ്പോഴൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളത്, ഇന്ത്യ പോലെ ഒരു രാജ്യത്ത് ജനിച്ച ഗ്രാമം വിട്ട് പുറത്തേക്ക് ഓടിപ്പോയി വെറും പ്രദേശത്ത് താമസിക്കേണ്ടി വരുന്നത് വളരെ വലിയ ദുഃഖകരമായ ഒരു ദുരനുഭവം. അത് നേരിട്ട് ഓടിപ്പോവുകയല്ല, ശാരീരിക ഉപദ്രവങ്ങൾ നേരിട്ടിട്ട് ഓടിപ്പോവുകയാണ്, അടിച്ചോടിക്കുകയാണ്. തല പൊട്ടിയ ആളുകൾ, ശരീരത്തിലെ മുഴുവനും പാടുകൾ, അടിയുടെ പാടുകളുള്ള അമ്മമാർ, അതുപോലെ ചവിട്ടേറ്റവർ, ഒരുപാട് മൃഗീയമായിട്ട് ശാരീരിക പീഡനങ്ങൾ, മറ്റു പല പീഡനങ്ങളും ഏറ്റവർ, അവരാണ് ഈ കൈക്കുഞ്ഞുങ്ങളെയും കൊണ്ട് ഓടിപ്പോകുന്നത്. ചില ആളുകൾ പോകുമ്പോൾ അവർ എങ്ങോട്ട് പോകണമെന്ന് അവർക്ക് അറിഞ്ഞുകൂടുക, കാരണം ഗ്രാമം വിട്ടു പോയ പരിചയം അവർക്കില്ല. അങ്ങനെയുള്ള ആളുകളായിരുന്നു. ഒരു ആവറേജ് നമ്പർ എത്രത്തോളം ആളുകളായിരിക്കും ഈ പീഡനത്തിൽ വീടും കൂടിയും ഗ്രാമം വിട്ടു പോയത്? നേരിൽ കണ്ടത് 17 വീട്ടുകാർ താമസിക്കുന്ന ഒരു സ്ഥലത്ത് ഞങ്ങൾ പോയി. മറ്റത് 109 വീട്ടുകാർ താമസിച്ച പല ഗ്രാമത്തിൽ നിന്നുള്ളവരാണ്. അങ്ങനെയുള്ള ആളുകളുടെ ഒരു ക്യാമ്പിൽ ഞങ്ങൾ പോയി. പിന്നെ വേറെ ഗ്രാമങ്ങളിൽ 2 ഗ്രാമത്തിൽ നിന്നുള്ള ആളുകൾ ഒരുമിച്ച് കൂടി വന്നു. അവർ പക്ഷേ അവർ സ്വന്തം ഭവനങ്ങളിലാണ്, ഭവനം അവർക്ക് നഷ്ടപ്പെട്ടിട്ടില്ല. എന്നാൽ ഞങ്ങൾ പോകുന്ന അന്ന് രാത്രിയിൽ തന്നെ, അന്ന് രാത്രിയിൽ നമ്മളുമായിട്ട് കൂട്ടായ്മ ആചരിച്ച ഒരു സഹോദരൻ അവൻ്റെ ഭവനത്തിലേക്ക് ചെന്നപ്പോൾ കണ്ട കാഴ്ച അവനോട് അവൻ്റെ പഴയ രീതിയിലേക്ക് മടങ്ങി ചെല്ലാൻ പറഞ്ഞു. അവനൊക്കെ മദ്യപാനികളായിരുന്നു, പക്ഷെ അതെല്ലാം ഉപേക്ഷിച്ച് ഗാംബ്ലിങ്ങും ഒക്കെ വിട്ട് അധ്വാനിച്ച് ജീവിക്കുന്നവനാണ്. അപ്പോൾ അവൻ്റെ വീട്ടിൽ നല്ല സാധനങ്ങളൊക്കെ, TV അതുപോലുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത് അവനോട് മടങ്ങി ചെല്ലാൻ പറഞ്ഞു, അവൻ്റെ ഭാര്യയും അവനും എല്ലാം. അപ്പോൾ അവർ മടങ്ങിപ്പോയില്ലെന്നും അവർ കർത്താവിൽ തന്നെ ആശ്രയിക്കുന്നതെന്ന് പറയുകയും ചെയ്തു. ഉടനെ സംഭവിച്ചത്, അവർ പുറത്തുനിന്നൊരു ട്രാക്ടർ കൊണ്ടുവന്നിട്ട് ഇവൻ്റെ വീട്ടിലെ സാധനങ്ങളെല്ലാം ആ വണ്ടിയിൽ കയറ്റി അവൻ്റെ കന്നുകാലികളെയും കോഴികളെല്ലാം എടുത്തുകൊണ്ട് അവർ പോയി. വീടും പൂട്ടി അവർ പോകുന്ന കാഴ്ച സഹോദരൻ കാണേണ്ടി വന്നു. സങ്കടകരം. മറ്റൊരു കാര്യം ഞാൻ ചോദിക്കുന്നത്, ഈ പ്രദേശത്ത്, ഈ പീഡനം നടന്ന ആ പ്രദേശത്ത് ഏതെല്ലാം വിഭാഗം, സഭാ വിഭാഗങ്ങളെക്കുറിച്ച് പറയുന്നതിൽ എനിക്ക് ഇതുണ്ട്. കാരണം നമ്മൾ ക്രിസ്തുവിൻ്റെ ശരീരമാകുന്ന യൂണിവേഴ്സൽ ചർച്ചിനെ കണ്ടുകൊണ്ടാണ് ഞാൻ എല്ലാ കാര്യങ്ങളും ചിന്തിക്കുന്നത്. എങ്കിലും ഇത്തരം ഒരു സാഹചര്യത്തിൽ ഇത് ചോദിക്കേണ്ടത് ആവശ്യമാണ്. പ്രൊട്ടസ്റ്റൻ്റ്, റോമൻ കാത്തലിക്സ്, ബ്രദറൻ, പെന്തിക്കോസ്റ്റൽ, ഇങ്ങനെ എല്ലാ വിഭാഗങ്ങളും ഉള്ള ഒരു പ്രദേശത്താണ് ഇത് സംഭവിച്ചിരിക്കുന്നത്. എല്ലാ വിഭാഗത്തിലും ഉള്ളവർക്ക് ഈ പീഡനം അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ടോ? തീർച്ചയായിട്ടും. അത് ഈ ജഗദൽപൂർ എന്ന് പറയുന്ന പട്ടണത്തിൽ അവിടെ പഴയ മിഷൻ പ്രവർത്തനം, അതായത് മെത്തഡിസ്റ്റുകാരുടെയും മനനൈറ്റ്സിൻ്റെയും ഒക്കെ വർഷങ്ങൾക്ക് മുമ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം 1 നൂറ്റാണ്ടിന് മുമ്പ് തന്നെയുള്ള പ്രവർത്തനങ്ങൾ മുഖാന്തരം വിശ്വാസത്തിൽ വന്ന വളരെ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആളുകളാണ് അവിടെ താമസിക്കുന്നത്. അവരിൽ ജോലിക്കാരുണ്ട്, മറ്റു പല ഡോക്ടേഴ്സ്, എഞ്ചിനീയേഴ്സ്, ഇങ്ങനെയൊക്കെയുള്ള ആളുകളുണ്ട്. പിന്നീട് ഇവിടുന്ന് പോയ, കേരളത്തിൽ നിന്ന് തന്നെ മിഷൻ പ്രവർത്തനത്തിനായിട്ട് പോയ നമ്മുടെ അച്ഛന്മാരും സിസ്റ്റേഴ്സും ഉണ്ട്, കാത്തലിക് ചർച്ചുണ്ട്. ഇപ്പോൾ മനനൈറ്റ്സ് ഉണ്ട്, മെത്തഡിസ്റ്റ് ഉണ്ട്, CNI, അതൊക്കെ ഓൾഡ് ചർച്ചുകളാണ്, പഴയ ട്രഡീഷണൽ ചർച്ചസ് ആണ്. പിന്നെ ബ്രദറൻ, ഇപ്പോൾ പറഞ്ഞ ജിം ബ്രദറിൻ്റെ പപ്പ 69 അവിടെ മിഷണറി ആയിട്ട് പോയതാണ്. 69 പത്തനംതിട്ട ജില്ലയിൽ നിന്ന് അവിടെയൊക്കെ പോയി. അവർ രണ്ടുപേരും ഒരുപാട് കഷ്ടപ്പെട്ട് ഈ ഗ്രാമങ്ങളിൽ, ആർക്കും വേണ്ടാത്ത ഗ്രാമങ്ങളിൽ ആദ്യമായിട്ട് പോയ വ്യക്തിയാണ് പ്രിയപ്പെട്ട മാത്യു സാറും കുടുംബമൊക്കെ. അദ്ദേഹത്തിൻ്റെ മകനാണ് പ്രിയ ജിം മാത്യു. അപ്പം അവരെ പോലെയുള്ള മിഷണറിമാരുണ്ട്. എന്നാൽ പെന്തക്കോസ്റ്റൽ ചർച്ചുകളിലെ പാസ്റ്റേഴ്സ്, അങ്ങനെയുള്ളവർ ഈ അടുത്ത സമയങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 20 വർഷം 30 വർഷം ഒക്കെ ആയിട്ടുള്ളവർ, 30 വർഷം
അവിടെ താമസിച്ച് പ്രവർത്തിക്കുന്ന ഒരു പാസ്റ്റർ ഞങ്ങൾ കണ്ടു. 33 വർഷമായ ഒരു പാസ്റ്ററുടെ വീട്ടിലായിരുന്നു ഞങ്ങൾക്ക് ഉച്ചയ്ക്ക് ഊണ്. ഞങ്ങൾക്കും അവിടുത്തെ കത്തോലിക്കയിലെ ജോമോൻ അച്ഛനും അതുപോലെ CSIയിലെ ദീപു അച്ഛൻ പുതുതായിട്ട് വന്നതാണ് അച്ഛനും ഞങ്ങളെല്ലാം കൂടെ ഒരുമിച്ചാണ് അവിടെ അദ്ദേഹത്തിൻ്റെ ഭവനത്തിൽ നിന്ന്. അത് നാരായൺപൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അപ്പോൾ ജഗത്പൂർ എന്ന് പറയുന്ന സ്ഥലത്ത് എല്ലാ ഡിനോമിനേഷൻസും ഉണ്ട്. എന്നാൽ നാരായൺപൂർ എന്ന് പറയുന്ന സ്ഥലത്ത് മിഷൻ പ്രവർത്തനമാണ് മാക്സിമം. പിന്നെ അവിടെ കത്തോലിക്ക സഭയും പെന്തക്കോസ്റ്റൽ ബ്രദർ അസംബ്ലികളുമാണ് ആ പ്രദേശങ്ങൾ കൂടുതലുള്ളത്. നിലവിൽ ഈ ഇഷ്യൂ നടന്നതിൽ അവിടെ കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ? ഏത് നിലയിലാണ് പോലീസ് അതിൽ FIR ഇട്ടിരിക്കുന്നത്? ഓക്കെ, ഈ ഒക്ടോബർ മുതൽ ഞങ്ങൾ മനസ്സിലാക്കിയത്, ഞങ്ങളോട് പറഞ്ഞതനുസരിച്ച് 83 ഇൻസിഡൻസ് അവിടെ സിവിയർ ഇൻസിഡൻസ് ഹാപ്പൻഡ്. 83 പക്ഷേ ഒരെണ്ണത്തിൽ പോലും ഞങ്ങൾ ചെല്ലുന്ന സമയം വരെ FIR ഇട്ടിട്ടില്ല. എന്നാൽ ക്രൈസ്തവ വിശ്വാസികളെയും പാസ്റ്റർമാരെയും അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയിട്ട് FIR ഇടാതെ തന്നെ അങ്ങനത്തെ ഒരു അവസ്ഥ അവിടെ. അറസ്റ്റ് ചെയ്തവർ ഇപ്പോഴും അപ്പോൾ കസ്റ്റഡിയിലാണോ? FIR അവരെ ജയിലിലേക്കാണ് കൊണ്ടുപോകുന്നത്. അവരെ എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ ഉത്തരം പറയുന്നില്ല. അപ്പോൾ അതെങ്ങനെയാണ് FIR ഇടാന്ന് വിചാരണ തടവുകാരനാകുക? അത് നമുക്ക് പറഞ്ഞുകൂടാ. അതാണ് നമ്മുടെ ചോദ്യം. എവിടെയാണ് മനുഷ്യാവകാശ കമ്മീഷനുകളൊക്കെ? എവിടെയാണ് ഭാരതത്തിലെ നീതി? ആർക്കാണ് നീതി കിട്ടുന്നത്? ഏത് തരത്തിലുള്ള നീതിയാണ് ഇവിടെ ഉള്ളത്? നമ്മുടെ ഭരണഘടന അനുശാസിക്കുന്ന 25-ാം ആർട്ടിക്കിളിൽ പറയുന്നതായ നമുക്ക് വിശ്വസിക്കാനും ആ വിശ്വാസത്തെ പ്രഖ്യാപിക്കാനും അത് പ്രാക്ടീസ് ചെയ്യുവാനുള്ള അവസരം എവിടെയാണ്, ആർക്കാണ് ലഭിക്കുന്നത്? ഈ ദിവസങ്ങളിലെല്ലാം ഈ ഗവർണർ ശ്രീധരൻ സാർ കൂടത്തിലുണ്ടായിരുന്നു. ഇല്ലില്ല, ആദ്യത്തെ ദിവസം അദ്ദേഹം വളരെ യാദൃച്ഛമായിട്ട് ഞങ്ങൾ കണ്ടു. പക്ഷേ ഞങ്ങൾ ഇന്ന കാര്യത്തിന് വേണ്ടിയാണ് പോകുന്നതെന്നും ഒക്കെ പറഞ്ഞു. അദ്ദേഹം അത് ഞങ്ങളെ അപ്രീഷിയേറ്റ് ചെയ്തു. അദ്ദേഹം പറഞ്ഞു അത് ശരിയായി പഠനം നടത്തിയിട്ട് അതിൻ്റെ കൾപ്രിറ്റ്സ് ആരായിരുന്നാലും ശിക്ഷിക്കപ്പെടണം. അതുകൊണ്ട് ആ കാര്യങ്ങൾ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യണം, ശരിയായ വിധത്തിൽ ഒരു വസ്തുനിഷ്ഠമായിട്ട് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യണം എന്നൊക്കെ ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയാണ് ചെയ്തത്. ഇത് സംബന്ധിച്ച് ടൈംസ് ഓഫ് ഇന്ത്യ ആദ്യം ഈ വിഷയം റിപ്പോർട്ട് ചെയ്ത സമയത്ത് ടൈംസ് ഓഫ് ഇന്ത്യയിൽ വന്ന റിപ്പോർട്ട് 2 ട്രൈബൽ ഗ്രൂപ്പുകൾ തമ്മിലുള്ള അടിപിടി എന്നുള്ള നിലയിലാണ് റിപ്പോർട്ട് ചെയ്തത്. അതായത് ഒരു മൈനർ ട്രൈബൽ ഗ്രൂപ്പ് ക്രിസ്ത്യൻ വിഭാഗത്തിലേക്ക് കൺവേർട്ടായി, ഒരു മേജർ ട്രൈബൽ ഗ്രൂപ്പ് കൺവേർട്ട് ആകാണ്ട് നിൽക്കുന്നു. ഇവർ തമ്മിലുള്ള ട്രൈബൽ ഇഷ്യൂ എന്നുള്ള നിലയിലാണ് ആദ്യം ഇത് ടൈംസ് ഓഫ് ഇന്ത്യ ജനുവരി 2-ാം തീയതി അവരുടെ വെബ്സൈറ്റിലല്ലാതെ റിപ്പോർട്ട് ചെയ്തത്. വാസ്തവത്തിൽ ഇതിൻ്റെ പിന്നിലെ യഥാർത്ഥ കാരണം എന്താണ്? ഇങ്ങനെയൊരു പ്രശ്നം അവിടെ ഉണ്ടായതിന് പിന്നിലെ കാരണം അവിടെ ചെന്നപ്പോൾ എന്താ മനസ്സിലാകുന്നത്? ഒരു കേവല ട്രൈബൽ ഇഷ്യൂ എന്ന് പറഞ്ഞ് നമുക്ക് തള്ളിക്കളയാൻ പറ്റുമോ? അല്ല, തീർച്ചയായിട്ടും അന്ന് അവരങ്ങനെ ചെയ്തെങ്കിലും ഇന്നലെ ഞങ്ങളുടെ ഇൻ്റർവ്യൂ കഴിഞ്ഞതിന് ശേഷം, ഇന്നലത്തെ പത്രസമ്മേളനം കഴിഞ്ഞതിന് ശേഷം അവർ നമ്മൾ പറഞ്ഞതായിട്ടുള്ള ഫാക്ട്സ് ഫൈൻഡ്സ് എല്ലാം തന്നെ അവർ ഇന്നലെ പരസ്യപ്പെടുത്തിയിട്ടുണ്ട്. അവർ പത്രത്തിൽ വാർത്ത വന്നിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് നമ്മൾ കൃത്യമായിട്ട് കണ്ടെത്തിയ കാര്യങ്ങൾ പറഞ്ഞു. ആ കണ്ടെത്തൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മേജർ എന്ന് പറയാൻ പറ്റില്ല. ചില ഗ്രാമങ്ങളിൽ മെജോറിറ്റി ഉള്ളത് ക്രിസ്ത്യൻസാണ്, ക്രിസ്ത്യൻ ബിലീവേഴ്സാണ്. ഈ ക്രിസ്ത്യൻസ് എന്ന് അവരെ വിളിക്കാൻ പറ്റില്ല. അവർ ക്രിസ്താനുഭവമുള്ള ആളുകളാണ്. അവർക്ക് മതമില്ല. അതൊരു എപ്പോഴും നമ്മൾ ഓർക്കേണ്ടത്, ഗോത്ര വിഭാഗത്തിന് മതമില്ല. അത് പണ്ടും ഇല്ലല്ലോ. പണ്ടുമില്ല, ഇപ്പോഴും ഇല്ല. പക്ഷെ ആളുകൾ തെറ്റിദ്ധാരണയായിട്ട് പറയുന്നത്, ഇപ്പം ഒരു പ്രധാനപ്പെട്ട വ്യക്തി ഞങ്ങളോട് സംസാരിച്ചപ്പോഴും ഇന്നലെ മാധ്യമങ്ങൾ റേപ്പൂര് വെച്ച് ഞങ്ങളെ ചോദ്യം ചെയ്തപ്പോഴും ആദ്യം പറഞ്ഞത് അവരെ ഫോഴ്സ്ഫുള്ളി കൺവേർട്ട് ചെയ്യുന്നു. എവിടുന്ന് കൺവേർട്ട് ചെയ്യുന്നു? അവർക്ക് കൺവേർട്ട് ചെയ്യാനായിട്ടൊരു മതമില്ലായിരുന്നു. ഇല്ലാത്തൊരു മതത്തിൽ നിന്ന് എങ്ങനെ അവർ വേറൊരു മതത്തിലേക്ക് പോയി നമുക്ക് ഒരു അലിഗേഷൻ കൊണ്ടുവരാൻ സാധിക്കും? രണ്ടാമത്തെ കാര്യം, അവിടുത്തെ പ്രധാനപ്പെട്ട ഇഷ്യൂ എന്ന് പറയുന്നത് ഈ പൊളിറ്റിക്കൽ ഇഷ്യൂസാണ്. അവര് ഈ ക്രൈസ്തവ വിശ്വാസത്തിലേക്ക് അല്ലെങ്കിൽ ക്രിസ്ത്യാനുഭവത്തിലേക്ക് വന്ന ആളുകൾ തീരെ എഡ്യൂക്കേറ്റഡ് അല്ലായിരുന്നു. അവരെല്ലാം ഗാംബ്ലിങ്ങിലും മദ്യപാനത്തിലും ഉൾപ്പെട്ടു നിന്ന ആളുകളാണ്. അപ്പോൾ അവരോട് ഈ മിഷണറിമാർ പോയി സുവിശേഷം പങ്കുവെക്കുന്നതിന് മുമ്പായിട്ട് അവരുടെ ജീവിത സാഹചര്യങ്ങളെക്കുറിച്ച് പഠിപ്പിക്കുകയും അതിന് മാറ്റം വരികയും ചെയ്തു. അപ്പോൾ അവരുടെ ജീവിതം കണ്ടുകൊണ്ട് തന്നെ, ഈ മിഷണറിമാരുടെയൊക്കെ ജീവിതം കണ്ടുകൊണ്ടാണ് അവർ ക്രിസ്ത്യാനുഭവത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നത്. അവർക്ക് രോഗസൗഖ്യം കിട്ടിയിട്ടുണ്ട്, അവരുടെ കുടുംബങ്ങളിലെ പ്രശ്നങ്ങൾ മാറി, സമാധാനം അവർക്ക് ലഭിച്ചു, രക്ഷാനുഭവം അവർക്കുണ്ടായി. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ യേശു ക്രിസ്തുവിനെ കർത്താവും രക്ഷകനുമായിട്ട് സ്വീകരിക്കാൻ ഇടയായിത്തീർന്നിട്ടുണ്ട്. അപ്പോൾ അവരുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്തി. പിന്നെ ഗാംബ്ലിങ്ങിന് പോകാറില്ല, പിന്നെ മദ്യപാനത്തിന് പോകാറില്ല, പിന്നെ ആരെയും ഉപദ്രവിക്കാൻ പോകാറില്ല. അവിടെയൊക്കെ ഈ കൂട്ടത്തൽ നടക്കുന്ന സ്ഥലം. കോഴിപ്പോര് കഴിഞ്ഞ് കഴിഞ്ഞാൽ ജയിക്കുന്നവന് തോക്കുന്നവനായിട്ട് അടിക്കുന്ന ഒക്കെ സമ്പ്രദായമുണ്ട്. അത് കള്ളു കുടിച്ചിട്ടാണ്. അപ്പം പിന്നെ പരിക്കേറ്റാലൊന്നും അവിടെ ഒരു പരാതി ആർക്കും ഇല്ല, ആശുപത്രി പോകുകയില്ല, ചത്താ ചത്തു, ഇല്ല. ഒരു കാര്യം കൂടെ ഓർക്കണം, ഈ അടുത്ത സമയത്ത് ക്രിസ്തു വിശ്വാസത്തിലേക്ക് വന്ന ആളുകളിൽ അവിടെ ശവം അടക്കിയ ഒരു ക്രിസ്തു വിശ്വാസിയുടെ ശവം മാന്തിച്ചു.
കേരളത്തിലും പണ്ട് നടന്നിട്ടുണ്ടല്ലോ. എനിക്കറിഞ്ഞൂടാ. പക്ഷെ മാന്തിച്ചിട്ട് അവിടുന്ന് പോലീസ് വന്ന് മറ്റൊരു സ്ഥലത്ത് കൊണ്ടുവന്ന് അടക്കം ചെയ്യേണ്ടി വന്നു. ഇവരെ ചുമന്നുകൊണ്ട് പോകേണ്ടി വന്ന ഒരു ഗതികേടുണ്ടായി. അപ്പം ശവം വെച്ച് വില പേശുന്ന ഒരു സമ്പ്രദായം ഇപ്പോൾ അവിടെയുണ്ട്. അപ്പോൾ യഥാർത്ഥ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഗാംബ്ലിംഗ് ആൻഡ് ഡ്രിങ്കിങ്, ആൽക്കഹോളിസം, ഇത് രണ്ടും ഉപയോഗിക്കുന്ന ആളുകളാണ് അതെല്ലാം വിട്ടുപോകുന്ന ആളുകളെ അറ്റാക്ക് ചെയ്യുന്നത്. അത് മൈനോറിറ്റി ആയിട്ടുള്ള ക്രിസ്ത്യൻ വിശ്വാസത്തിലുള്ള ആളുകളോട് മെജോറിറ്റി ആയിട്ടുള്ള ആളുകളും ചെയ്യുന്നുണ്ട്. ഇനിയും മേജർ ഏരിയകളിൽ മേജർ വിശ്വാസത്തിൽ ക്രിസ്ത്യ വിശ്വാസമുള്ള ആളുകളുണ്ടെങ്കിൽ അവിടെ മൈനോറിറ്റി മറ്റവരാണെങ്കിലും ചില സമയത്തൊക്കെ അവിടുത്തെ മൂപ്പൻ ഏത് അവസ്ഥയിലാണോ, ഗ്രാമത്തിൻ്റെ തലവൻ ഏത് അവസ്ഥയിലാണോ അതനുസരിച്ചാണ് അവിടുത്തെ പ്രോബ്ലംസ് ഉണ്ടാകുന്നത്. അപ്പോൾ അത് കേവലം ട്രൈബൽ ഇഷ്യൂ ആയിട്ട് മാത്രം നമുക്ക് ഒരിക്കലും തള്ളേണ്ടത് ആവശ്യം ഒരിക്കലുമില്ല. കാരണം ഞാൻ ഒരു കാര്യം കൂടെ പറയാം. ഇതിൻ്റെ ചരിത്രം മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഇവർക്ക് ആർക്കും തന്നെ എഡ്യൂക്കേഷൻ ഇല്ലായിരുന്നു. ഇവർക്ക് കർഷകരാണ് ഇവർ പലരും. പുരുഷന്മാർ ജോലിക്ക് പോകുകയില്ല, കള്ളു കുടിക്കുകയും ഈ ഗാംബ്ലിങ്ങും ആയിരുന്നു. എന്നാൽ സ്ത്രീകളാകട്ടെ അവർ ജോലി ചെയ്ത് കിട്ടുന്ന വരുമാനം, കാർഷിക വൃത്തികളൊക്കെ ചെയ്ത് കിട്ടുന്ന വരുമാനം അത് പുരുഷന്മാരെടുത്തുകൊണ്ട് പോകുമായിരുന്നു. അപ്പോൾ അതിനകത്ത് നെല്ലും അതുപോലുള്ള സാധനങ്ങളൊക്കെ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കിയാൽ ഉടനെ അത് മാർക്കറ്റിൽ കൊണ്ടുപോകും. കുറച്ച് ദൂരം പോകണം, ഏറ്റിക്കൊണ്ടാണ് പോകുന്നത്. അവിടെ ചെല്ലുമ്പോൾ ബിസിനസ്സുകാർ കൂടുതലും അന്യ സംസ്ഥാനക്കാരാണ്. ആ സംസ്ഥാനക്കാരല്ല, മറ്റ് സ്ഥലങ്ങളിൽ നിന്നുള്ള ആളുകളാണ്. അവർ ചെയ്യാറുള്ളത്, ഇപ്പം 1000 രൂപയാണ് ഈ കർഷകന് കിട്ടേണ്ടതെന്ന് വിചാരിക്കുക. അവർ 1 രൂപ നോട്ടുകൾ ഒരു 100 എണ്ണം എടുത്ത് മേശപ്പുറത്ത് വെക്കും. അപ്പോൾ അത്രയും ഇവൻ എണ്ണാൻ അറിഞ്ഞുകൂടാ. അവൻ്റെ ആ 1 രൂപയാണെന്നുള്ളവൻ അറിയത്തില്ല. അവൻ്റെ ഗ്രാമത്തിൽ കള്ള് മേടിക്കുന്ന ആൾക്ക് കൊടുക്കാനും കോഴിപ്പോരിന് പന്തയം വെക്കാനുമാണ് ഈ കാശ് ഉപയോഗിക്കുന്നത്. അവൻ അത്രയും കിട്ടിയതിൻ്റെ സന്തോഷത്തിൽ അവൻ വരും. എന്നാൽ സംഭവിച്ച ആ ഗ്രാമത്തിൽ നിന്ന് ചില കുട്ടികളെ നമ്മുടെ മിഷൻ പ്രവർത്തകർ കൊണ്ടുവന്ന് നമ്മുടെ കാത്തലിക് ഇൻസ്റ്റിറ്റ്യൂഷനിലൊക്കെ പഠിപ്പിച്ച് അവരെ വളർത്തിയെടുത്തു. വളർന്നു വന്നു കഴിഞ്ഞപ്പം കുട്ടികൾ മാതാപിതാക്കളോട് പറയാൻ തുടങ്ങി, നമ്മുടെ കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് വില കിട്ടണം. അപ്പോൾ അവർ വില ചോദിക്കാൻ തുടങ്ങി. 1000 രൂപയ്ക്ക് 1000 രൂപ തന്നെ തരണം. കാരണം അക്കങ്ങൾ പഠിച്ചു, ഇത് രൂപയുടെ മൂല്യം അവർക്ക് മനസ്സിലായി, കടമകൾ മനസ്സിലായി, സമൂഹത്തോടും രാഷ്ട്രത്തോടുമുള്ള ഉത്തരവാദിത്തങ്ങൾ അവർക്ക് ബോധ്യമായി. അപ്പോൾ അത് നിറവേറ്റുവാൻ അവർ പ്രാപ്തരായി. അവരത്ര മോശമൊന്നുമല്ല, അവർ വളരെ നല്ല എന്താ പറയുക ഊർജ്ജസ്വലരായി. ശാരീരികമായിട്ട് അവർ കുഴപ്പമില്ല, മാനസിക ആരോഗ്യം അവർക്കുണ്ടായി. അവർക്ക് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിച്ചു. കാരണം ഈ വിശ്വാസത്തിൽ, ക്രിസ്ത്യ വിശ്വാസത്തിൽ വന്നവർ മറ്റുള്ള ദേശങ്ങളിലേക്കും വിശ്വാസികളുമായി കൂട്ടായ്മയ്ക്കൊക്കെ പോയി അങ്ങനെയുള്ള ബന്ധങ്ങൾ ഉണ്ടാകാൻ തുടങ്ങി. പുറമേയുള്ള ആളുകളുമായിട്ട് ബന്ധങ്ങൾ ഉണ്ടായപ്പോൾ അവരുടെ ഭാഷ മാറി, അവരുടെ വസ്ത്രധാരണങ്ങൾ മാറി, ആഹാര രീതികൾക്ക് മാറ്റം വന്നു, വീടുകൾക്ക് മാറ്റം വന്നു. അവരുടെ വീട്ടിലെ ഉപകരണങ്ങൾ, നല്ല നല്ല ടിവിയും അതുപോലുള്ള ഡിവൈസസും ഒക്കെ അവർ മേടിക്കാൻ തുടങ്ങി. ഇതൊക്കെ കാണുമ്പോൾ മറ്റുള്ള ആളുകൾക്ക്, ഇതൊന്നും ഇല്ലാത്തതായിട്ടുള്ള അതേ ഗ്രാമവാസികളോ മൂപ്പന്മാരോ ഒക്കെ ഇതിനെ എതിർക്കാനായിട്ട് തുടങ്ങി. അപ്പം ഇവർക്ക് കിട്ടുന്ന ഉത്തേജനം പുറത്തുനിന്നാണ്. പുറത്തുനിന്ന് ഇവരോട് പൈസ ചോദിച്ചു വാങ്ങിക്കുന്ന ബിസിനസ്സുകാരുണ്ടല്ലോ, സാധനം കൊടുത്തിട്ട് ഇത്ര രൂപയുണ്ടെന്നുള്ളത്. അപ്പോൾ അവര് സംഘടിക്കാൻ തുടങ്ങി. അതോടൊപ്പം തന്നെ ഇവർക്ക് ആനുകൂല്യങ്ങൾ കിട്ടാനുണ്ട് എന്നുള്ളത്, ഇവർ ഗോത്രവർഗ്ഗക്കാരാണ്. ഇഷ്ടംപോലെ കോടിക്കണക്കിന് രൂപയാണ് ആ ഒരു നാരായൺപൂർ ഡിസ്ട്രിക്റ്റിന് വേണ്ടിയിട്ട്, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഡെവലപ്മെന്റ്സിന് വേണ്ടിയിട്ട് പൈസ വരുന്ന ഒരു ജില്ലയാണത്. പക്ഷേ അവിടെ ഡെവലപ്മെന്റ്സിന്റെ ഒരംശം പോലും തൊട്ട് തീണ്ടിയിട്ടുമില്ല. കാരണം 300-ൽ പരം ഗ്രാമങ്ങൾ ഇപ്പോഴും എവിടെയാണെന്ന് പല ഉദ്യോഗസ്ഥർക്കും അറിഞ്ഞുകൂടാ. അത് കുറച്ച് വനപ്രദേശം, നക്സൽ ഏരിയ ഒക്കെ ആയിട്ടല്ലേ. ഇപ്പൊ നക്സൽ ഏരിയകളല്ല, അവിടെ വേറൊരു പ്രശ്നം കൂടെയുണ്ട്. ഈ നക്സൽ അല്ലാത്ത ഒരുത്തനും ഞാൻ നക്സൽവാരി ആയിരുന്നു എന്നും പറഞ്ഞൊരു തോക്ക് സെക്കൻഡ് ഹാൻഡ് മേടിച്ചുകൊണ്ട് വന്നിട്ട് പോലീസ് സ്റ്റേഷനിൽ കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ അവന് ജോലി കിട്ടും. അങ്ങനത്തെ ചില തട്ടിപ്പുകൾ അവിടെ നടക്കുന്നുണ്ട്. അതിൻ്റെ ലോബിയുണ്ട്. അതുപോലെ കൺവേർഷൻ ലോബി ഉണ്ട് അവിടെ. ഞങ്ങൾ റൈപ്പൂരി എന്നപ്പോഴാണ് മാധ്യമക്കാരാണ് ഞങ്ങളോട് ആ കാര്യം പറഞ്ഞത്. കൺവേർഷൻ ലോബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗർവാപ്പസി എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ലോബി ഇറങ്ങിയിട്ടുണ്ട്, ഗർവാപ്പസി. അപ്പോൾ അവര് മനസ്സിലാക്കുന്നത് ശരിയാണെങ്കിൽ 20 കോടി രൂപയാണ് അതിനു വേണ്ടിയിട്ട് ചെലവഴിച്ചിരിക്കുന്നത് ഈ അടുത്ത സമയങ്ങളിൽ. അപ്പോൾ ഈ ബിസിനസ്സുകാരെയും അതുപോലെ അവകാശങ്ങൾ ചോദിച്ചു വാങ്ങിക്കാൻ ചെല്ലുന്ന സ്ഥലങ്ങളിലെ ബ്യൂറോക്രാറ്റ്സ് ഇവരെല്ലാം ഒരുമിച്ചു. അതിൻ്റെ ഇടയ്ക്ക് പൊളിറ്റിക്സും കൂടെ കയറി. പൊളിറ്റിക്സ് ഇപ്പോൾ ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടികളെ താഴെ ഇറക്കാൻ വേണ്ടി എതിരാളികൾ ഈ മൂപ്പന്മാരെയും ഈ 2 ലോബികളെയും കൂടെ ഒരുമിച്ചെടുത്ത് അങ്ങനെ ഒരു കൺവേർഷൻ ലോബി ആയിക്കൊണ്ട് അവിടെ ഭയങ്കരമായിട്ട് ശക്തമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ യഥാർത്ഥ പ്രശ്നമെന്ന് പറയുന്നത് ക്രിസ്ത്യൻ മിഷണറിമാർ അവിടുത്തെ സാധാരണക്കാർക്ക്
വിദ്യാഭ്യാസം കൊടുത്തെന്നുള്ളതും പൊളിറ്റിക്കൽ ലോബിയുടെ ഒരു അവരുടെ സ്ഥാപിത താല്പര്യവും കൂടെ, ഇത് രണ്ടും തമ്മിലുള്ള ഒരു ക്ലാഷാണ് യഥാർത്ഥത്തിൽ ഈ പ്രശ്നത്തിൻ്റെ കാരണമെന്നല്ല ഇപ്പോൾ നമ്മൾ ചുരുക്കത്തിൽ മനസ്സിലാക്കുന്നു. അതിനേക്കാളും ബിസിനസ്സുമായിട്ടും അതിന് ബന്ധമുണ്ട്, ബ്യൂറോക്രാറ്റ്സുമായിട്ടും ബന്ധമുണ്ട്. അപ്പോൾ ഇതൊരു കോക്കസ് ആണ്. ഈ 3 കോക്കസും കൂടെ ചേർന്നിട്ട്, പ്രധാനപ്പെട്ടത് പൊളിറ്റിക്സ് തന്നെയാണ്, പക്ഷേ ആ പൊളിറ്റിക്സിലേക്ക് ഈ 2 ഘടകങ്ങളും കൂടെ കൂട്ടിയിട്ട് നല്ലവണ്ണം അത് സ്ക്രൂ ചെയ്തു എന്നുള്ളതാണ്. പാവപ്പെട്ട ഈ ക്രിസ്തു വിശ്വാസത്തിലേക്ക് വന്ന ആളുകൾക്ക് ആ ചതി മനസ്സിലാക്കാൻ സാധിച്ചില്ല. അവര് നമ്മൾ ഈ ക്രിസ്ത്യാനികളെ കുറിച്ച്, അവിടെയൊക്കെയുള്ള ക്രിസ്ത്യാനികളെ കുറിച്ച് മനസ്സിലാക്കുന്നത്, അവർ ക്രിസ്തു ഭക്തരായി കഴിയുമ്പോഴത്തേക്ക്, ക്രിസ്ത്യാനുഭവം ഉള്ളവരായി തീരുമ്പോഴേക്ക് ബൈബിളിൽ എന്ത് പറഞ്ഞിരിക്കുന്നു അതിനനുസരിച്ച് ജീവിക്കണമെന്നുള്ള ഒരു ലൈഫ് സ്റ്റൈലിലേക്ക് പോവുകയാണ്. അങ്ങനെയാണല്ലോ നമുക്ക് പഠിപ്പിക്കാൻ പറ്റുള്ളൂ. ആയിരിക്കാം. അപ്പം ആ വിധത്തിൽ അങ്ങനെയാണല്ലോ വേണ്ടത്, ആയിരിക്കാന്നുള്ളതാണ്. അപ്പോൾ അത് ആ ലൈഫ് സ്റ്റൈൽ പാറ്റേണിലേക്ക് വരുമ്പോൾ ശത്രുവിനെ സ്നേഹിക്കാനാണ് പഠിപ്പിക്കുന്നത്. നിനക്ക് ഉപദ്രവം ചെയ്യുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പീൻ, അവർക്ക് വിശന്നാൽ തിന്നാൻ കൊടുപ്പീൻ, ദാഹിക്കുന്ന കുടിപ്പീൻ. അപ്പോൾ ഇതെല്ലാം ഇവരുടെ ജീവിതത്തിൽ പ്രായോഗമാക്കുമ്പോഴേക്കും മറ്റവർ ഇവരുടെ അഡ്വാൻറ്റേജ് എടുക്കുകയാണ്. ഓക്കെ, അതാണ് സംഭവം. മറ്റൊരു കാര്യം കൂടെ ഞാൻ ചോദിക്കുകയാണ്. ഇത് ഈ ഇഷ്യൂ നടന്നപ്പം കേരളത്തിലെ സോഷ്യൽ മീഡിയയിൽ, ക്ലബ് ഹൗസും ഫേസ്ബുക്കിലൊക്കെ ഒരു വ്യാജ പ്രചരണം ഈ കൂട്ടത്തിൽ നടന്നു. ആ വ്യാജ പ്രചരണം എന്താണെന്ന് ചോദിച്ചാൽ, പ്രൊട്ടസ്റ്റൻ്റ് പെന്തക്കോസ്റ്റ് വിഭാഗത്തിൽപ്പെടുന്ന ആളുകൾ അവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കും. ഈ പ്രശ്നം ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഇവർക്ക് സ്ഥാപനങ്ങളില്ല, അവിടെ മറ്റൊരു സെറ്റിൽമെൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല, ഇവരെങ്ങോട്ടൊരു വനത്തിലേക്കോ മറ്റു സ്ഥലങ്ങളിലേക്കോ ഓടിപ്പോകും. അപ്പോൾ ഈ പ്രശ്നം ഉണ്ടാക്കിയ സ്ഥലത്ത് നിന്ന് മറ്റൊരു ശത്രുക്കൾ വന്നിട്ട് ഈ പ്രസ്ഥാനങ്ങളുള്ള പട്ടത്വ സഭകളിൽപ്പെടുന്ന, ഇപ്പോൾ കാത്തലിക്സിൻ്റെയോ മറ്റുള്ളവരുടെയൊക്കെ അവരുടെ ഇൻസ്റ്റിറ്റ്യൂഷനിൽ കയറുന്നു, തല്ലിപ്പൊളിക്കുന്നു, മഠത്തിൽ കയറുന്നു, പള്ളി കയറുന്നു, അടിച്ചു പൊളിക്കുന്നു. ഇതാണ് നാരായൺപൂർ സംഭവിച്ചതെന്ന് പറഞ്ഞാണ് ക്ലബ് ഹൗസിലും ഫേസ്ബുക്കിലുമൊക്കെ പലരും കമൻ്റ് ഇടുകയൊക്കെ ചെയ്യുന്നത്. യഥാർത്ഥത്തിൽ അവിടെ ഇതുപോലത്തെ എന്തെങ്കിലും ഇഷ്യൂ നടന്നതായിട്ട് അവിടെ ചെന്ന് ഈ ഒരാഴ്ച കൊണ്ട് കണ്ടിട്ടുണ്ട്? ഈ ക്രൈസ്തവരായിരിക്കുന്ന ആളുകൾ അല്ലെങ്കിൽ പ്രൊട്ടസ്റ്റൻ്റ് വിഭാഗത്തിൽപ്പെടുന്ന ആളുകൾ മനഃപൂർവ്വമായി പ്രശ്നം ഉണ്ടാക്കിയിട്ട് അവർ ഓടിപ്പോവുകയോ അവരെ കേസിൽ പിടിക്കാൻ കിട്ടാത്തത് കൊണ്ടോ വന്നിട്ടാണോ ഈ പള്ളിക്കുള്ളിൽ ഇവർ കയറി തല്ലിപ്പൊളിച്ചെന്ന് പറയുന്നത്? അങ്ങനെ ഒരു സംഭവം അവിടെ ഉണ്ടായിട്ടില്ല എന്നുള്ളത് അവിടുത്തെ വികാരി ജനറലായിരിക്കുന്ന ഫാദർ തോമസ്, ജഗത്പൂരിലെ ഫാദർ തോമസ് പറഞ്ഞു. അതോടൊപ്പം തന്നെ നാരായൺപൂരിൽ ഈ സംഭവം കത്തോലിക്ക ചർച്ചിൽ, നമ്മുടെ സെൻറ്റ് ആൻ്റണീസ് ചർച്ച് ആണ് തകർത്തത്. അവിടെ ഞങ്ങൾ പോയി, അവിടുത്തെ ജോമാനച്ചൻ ഞങ്ങളുടെ കൂടെ പാസ്റ്റർ സുരേന്ദ്രൻ്റെ വീട്ടിലായിരുന്നു ഞങ്ങൾക്കും അദ്ദേഹത്തിനും അന്ന് ഭക്ഷണം. അവിടെ ഒരുമിച്ചാണ് ഞങ്ങൾ ഭക്ഷണം കഴിച്ചത്. അപ്പം തന്നെ മനസ്സിലായല്ലോ അങ്ങനെ പ്രശ്നം കഴിക്കുന്നത്. തന്നെയല്ല, ഈ പറഞ്ഞ ജഗത്പൂരിൽ ക്രിസ്മസ് റാലിയിൽ ഏറ്റവും കൂടുതൽ പങ്കെടുത്തത് പെന്തക്കോസ്തക്കാരായിട്ടാണ് അച്ഛൻ ഞങ്ങളോട് പറഞ്ഞത്. വികാരി ജനറൽ അച്ഛൻ പറഞ്ഞു ഈ പ്രാവശ്യം അവർ കൂടുതൽ ആളുകൾ പങ്കെടുക്കാനിടയായി. പിന്നെ അവിടെ മറ്റുള്ള ആളുകൾക്കും പ്രൊട്ടസ്റ്റന്റുകാർക്കും സ്ഥാപനങ്ങളുണ്ട്. മെനനൈറ്റ് സഭയ്ക്ക് ഉണ്ട്, പിന്നെ മെത്തഡിസ്റ്റ് ചർച്ചിന് നല്ല സ്കൂളുകളുണ്ട്, അതുപോലെ തന്നെ സി എൻ ഐക്ക് സ്കൂളുകളുണ്ട്, അതുപോലെ ഹോസ്പിറ്റലുകളുണ്ട്. മറ്റ് ആതുര സേവന രംഗങ്ങളിലൊക്കെ അവരും കത്തോലിക്ക സഭ ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ അവർ ആരംഭിച്ചതുമാണ്. അവർക്ക് അങ്ങനെയുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് പല മേഖലകളുണ്ട്. അപ്പോൾ അവരെല്ലാവരും വളരെ ഏകോദര സഹോദരങ്ങളെ പോലെയാണ് ജീവിക്കുന്നത്. അപ്പോൾ ഞാൻ ഈ ചോദ്യം ഞാനിത് കണ്ടിരുന്നു. എൻ്റെ വോയിസ് മെസ്സേജ് മറുനാടൻ ഷാജൻ എടുത്തിട്ട് അത് വൈറലാക്കിയൊക്കെ മനസ്സിലാക്കാനിടയായി തീർന്നിട്ടുണ്ട്. ഞാനായിരുന്നു അന്ന് ആ വോയിസ് മെസ്സേജൊക്കെ കൊടുത്തിരുന്നത്. അപ്പം അതിൻ്റെ അടിസ്ഥാനത്തിൽ ജോമാനച്ചനോട് ചോദിച്ചു, അച്ഛാ ഇങ്ങനൊരു ഇത് അവിടെ കിടക്കുന്നല്ലോ എന്ന് പറഞ്ഞപ്പോൾ അച്ഛൻ പറഞ്ഞു, ഞാനും അത് കേട്ടു, എനിക്ക് ഞെട്ടലായിരുന്നു ഉണ്ടാക്കിയത് അത് കേട്ട് കഴിഞ്ഞപ്പോൾ. എന്നിട്ട് എന്നോട് ചോദിച്ചു, അച്ഛന് ഇപ്പോൾ കാണുന്ന കാഴ്ച എന്താ? പാസ്റ്റർ സുരേന്ദ്രൻ്റെ വീട്ടിലാണ് ഞാൻ ഇരിക്കുന്നത് ഭക്ഷണം കഴിക്കാനായിട്ട്. അച്ഛനും എൻ്റെ കൂടെ ഇരിക്കുന്നു, CSIയിലെ അച്ഛൻ ഇരിക്കുന്നു. അപ്പോൾ ഇവിടെ എന്ത് ഡിഫറൻസിയേഷനാണ് ഞങ്ങൾക്കുള്ളത്? എന്നിട്ട് പാസ്റ്റർ സുരേന്ദ്രൻ പറഞ്ഞത്, അവിടെ ആ കത്തോലിക്ക സഭയിൽ എന്ത് പ്രധാനപ്പെട്ട മീറ്റിങ്ങുകൾ, ധ്യാനങ്ങളോ മറ്റോ ഉണ്ടെങ്കിൽ വിശ്വാസികൾ എല്ലാവരും അവിടെ പോകും. അവിടുന്ന് അച്ഛന്മാർ ഇവിടെ വന്ന് ക്ലാസ്സുകൾ എടുക്കും. വളരെ ഐക്യത്തിലും സ്നേഹത്തിലും. എനിക്ക് തോന്നുന്നില്ല കേരളത്തിൽ അങ്ങനത്തെ ഒരു ചിന്ത പോലും നമുക്ക് ഉണ്ടാക്കാൻ പറ്റുമെന്ന്, ഇങ്ങനെ ഐക്യമായിട്ട്. പക്ഷേ അവിടെ ചിന്തയല്ല, പ്രവൃത്തിയാണ്. അവരത്രമാത്രം ഐക്യത്തിലും സ്നേഹത്തിലും. ക്രിസ്തു എന്നല്ലാത്ത മറ്റൊരു വിഷയം അവർക്കില്ല. അവരെല്ലാവരും ക്രിസ്തുവിൽ ഒന്ന്, വിവിധ അവയവങ്ങൾ എന്നുള്ള രീതിയിൽ തന്നെയാണ് ഐക്യത്തോടും സ്നേഹത്തോടും കൂടി അവർ വർത്തിക്കുന്നത്. അത് ജഗത്പൂരിലെ അച്ഛനും പറഞ്ഞു. റായ്പൂരിൽ ഞങ്ങൾ വന്നു. റായ്പൂരിൽ വന്ന് അതാണ് ക്യാപിറ്റൽ. അവിടുത്തെ ആർച്ച് ബിഷപ്പ് വിക്ടർ പിതാവുമായിട്ട് കണ്ടു, ആർച്ച് ബിഷപ്പുമായിട്ട് ഞങ്ങൾ ഈ കാര്യം പറഞ്ഞു. അവിടുത്തെ വികാരി ജനറൽ ജോസഫ് അച്ഛനുമായിട്ട്, അദ്ദേഹം മലയാളിയാണ്, കട്ടപ്പനക്കാരൻ. അപ്പം അച്ഛനുമായിട്ട് സംസാരിച്ചു. അപ്പോഴൊക്കെ ഇവരെല്ലാം
ചിരിക്കുകയാണ്. കാരണം ഇതെങ്ങനെ പൊട്ടിപ്പുറപ്പെട്ടു, ആരാണ് ഇത് എങ്ങനെ സാധിക്കുന്നത്? കാരണം ഒരുമിച്ചിരിക്കുകയും ഒരുമിച്ച് ആഹാരം കഴിക്കുകയും ഒരുമിച്ച് നടക്കുകയും കുർബാന രീതികളിലോ അല്ലെങ്കിൽ ആരാധന രീതികളിലോ വ്യത്യാസം ഉള്ളപ്പോൾ തന്നെ ക്രിസ്തുവിൽ ഒന്ന് എന്നുള്ള പഠിപ്പീര്. വേറൊരു കാര്യം കൂടെ, അവിടുത്തെ വിശ്വാസികൾ അവർക്ക് ഈ വ്യത്യാസങ്ങളൊന്നും അറിയത്തില്ലെന്നുള്ള സത്യം. അതുകൊണ്ടാണ് അവിടെ പ്രശ്നമില്ലാത്ത. അതെ അതെ, അതാ സത്യം. അവിടെ കത്തോലിക്ക സഭയിൽ പോകുന്ന വിശ്വാസിക്കോ ബ്രദറിൽ പോകുന്ന വിശ്വാസിക്കോ ഇവർ തമ്മിൽ എന്താണ് വ്യത്യാസമെന്നോ ഇവരൊക്കെ ആദ്യമേ കാണുമ്പോൾ കത്തോലിക്കയിലെ വികാരി അച്ഛനോ അല്ലെങ്കിൽ ആർച്ച് ബിഷപ്പിനെ ഞാൻ വിളിച്ച സമയത്ത് ആർച്ച് ബിഷപ്പ് ഫോൺ എടുത്തിട്ട് ആദ്യം പറഞ്ഞു ജയ് മസി. ഇതേ ജയ് മസി എന്ന് തന്നെയാണ് അവിടുത്തെ ബ്രദർ സഭയിലെ ഉപദേശി പറയുന്നത്. അതേ കാര്യം തന്നെയാണ് പാസ്റ്റർ പറയുന്നത്. അതേ കാര്യം തന്നെയാണ് വിശ്വാസികളും പറയുന്നത്, ജയ് മസി. അതാണ് അവരുടെ ആദ്യത്തെ വാക്ക്. അവർ കൈ കൊടുക്കുമ്പോഴും അവർ ഹഗ് ചെയ്യുന്ന സമയത്തൊക്കെ ജയ് മസി എന്ന് പറഞ്ഞ് ക്രിസ്തു അല്ലാതെ മറ്റൊന്നും അവരിലില്ല. അതെ. അപ്പോൾ ഈ ഒരു ഇഷ്യൂ വന്നപ്പോൾ ഈ അവിടുത്തെ സഭകൾ തമ്മിലുള്ള വിശ്വാസികൾ തമ്മിലുള്ള ഐക്യം അങ്ങ് നേരിട്ട് കണ്ടു, കൂടെയുള്ളവരും കണ്ടു. അപ്പോൾ ഇത്തരമൊരു സാഹചര്യം, അതായത് അവിടെ ആ പീഡനത്തിൻ്റെ നടുവിൽ സഭകളിലെ വിശ്വാസികളും സഭാ നേതൃത്വവും വളരെ വലിയ ഐക്യത്തിലാണ്. ഇവിടെ നമ്മൾ കേരളത്തിലേക്ക് നോക്കുമ്പോൾ ഇവിടെ തമ്മിത്തല്ലുണ്ട്. മനഃപൂർവ്വമായി പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി അല്പം മുമ്പ് കേട്ടതുപോലുള്ള ശ്രമങ്ങൾ നടക്കുകയാണ് പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി. ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ ഈ മനഃപൂർവ്വമായി പ്രശ്നങ്ങളും വഴക്കുമൊക്കെ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നവരോട് ആ ഐക്യം കണ്ടേച്ചു വന്ന അങ്ങേക്ക് എന്താ പറയാനുള്ളത്? ഞാനത് പറയുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടി പറയാൻ മറന്നുപോയി. ഞങ്ങൾ ജിമ്മിൻ്റെ വീട്ടിലാണല്ലോ ഞങ്ങൾ പോയത്. അപ്പോൾ അവിടെ ചെന്ന് ഞങ്ങൾ ഉച്ചയ്ക്കുള്ള ആഹാരം കഴിച്ചതൊരു വളരെ ലേറ്റായിട്ടാണ്. അപ്പം അച്ഛൻ അവിടേക്ക് വന്നു ഞങ്ങളെ കാണാനായിട്ട്. തൊട്ടടുത്ത് തന്നെയാണ് കാത്തലിക്സിലെ അച്ഛൻ, അവർക്കൊരു സംഘമുണ്ട്, സംഘത്തിലെ അച്ഛനാണ് വന്ന്. അച്ഛനോട് സംസാരിച്ചു കൊടുത്ത് മലയാളിയാണ്. അപ്പോൾ അച്ഛൻ പറഞ്ഞൊരു കാര്യം, ഇവിടെ ബിലീവേഴ്സ് ചർച്ചിൽ, അവിടെ ബിലീവേഴ്സ് ചർച്ചുണ്ട് ഈ KP യോനാൻ ബിഷപ്പിൻ്റെ. അപ്പം അവർക്കിപ്പോൾ ശമ്പളങ്ങളും മറ്റൊന്നുമില്ല, അവർക്ക് പൈസയില്ല, വളരെ ബുദ്ധിമുട്ടില്ല. കഴിഞ്ഞ 3 മാസമായിട്ട് ഈ അച്ഛനാണ് അവർക്ക് സഹായം ചെയ്തു കൊടുക്കുന്നത്, അരി സാധനങ്ങളെല്ലാം വാങ്ങിക്കൊടുക്കുന്നത്. കത്തോലിക്ക പുരോഹിതനാണ് ഈ ബിലീവേഴ്സ് ചർച്ച് എന്ന് പറയുന്ന KP യോനാൻ ബിഷപ്പിൻ്റെ പാസ്റ്റേഴ്സിന് ശമ്പളം കൊടുക്കുന്നത്. ശമ്പളമല്ല, അരി സാധനവും കൊടുക്കുന്നത്. അപ്പോൾ അതിൽ കൂടുതൽ വേറൊരു മറുപടി വേണോ അതിന്? ഇവിടെയുള്ളവർക്ക് അത് മനസ്സിലാക്കാൻ പറ്റിയാൽ മതി, ബുദ്ധിയുള്ളവർ മനസ്സിലാവും. അപ്പം അത് എന്തെങ്കിലും ഔദാര്യം ചെയ്യുന്ന പോലെയല്ല. എൻ്റെ ഉത്തരവാദിത്വം എൻ്റെ സഹോദരങ്ങൾ കഷ്ടപ്പെടുമ്പോൾ അവരെ സഹായിക്കുക എന്നുള്ളതാണ് അച്ഛൻ പറഞ്ഞത്. ഞാൻ ഈ ചോദ്യം തന്നെ ഇപ്പം ബ്രദർ ചോദിച്ച അതേ ചോദ്യം തന്നെ ഞാൻ അച്ഛനോട് ചോദിച്ചു. അച്ഛാ, പിന്നെ ഇത് എങ്ങനെയാണ്, എന്തുകൊണ്ടാണ് അച്ഛൻ ചെയ്യുന്നത്? പറഞ്ഞു, എൻ്റെ അച്ഛാ, അവരെ കഷ്ടപ്പെടുമ്പോൾ അവരോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നില്ലെങ്കിൽ, അവരെൻ്റെ സഹോദരന്മാരാണെന്ന് എനിക്ക് ബോധ്യമാകുന്നില്ലെങ്കിൽ ഞാൻ എന്ത് സുവിശേഷമാണ് പറയുന്നത്, ആരോടാണ് സുവിശേഷം പറയുന്നത് എന്നാ ഞങ്ങളോട് അച്ഛൻ ചോദിച്ചത്. നാരായൺപൂരിലെ ക്രൈസ്തവർ പീഡനത്തിൻ്റെ നടുവിലൂടെ കടന്നുപോയി. കേരള ക്രൈസ്തവരുടെ ചരിത്രമെടുത്താൽ ഒരു കാലഘട്ടത്തിലും ഇങ്ങനെ ഒരു പീഡനത്തിലൂടെ മലയാള ക്രൈസ്തവ സഭ കടന്നു പോയിട്ടില്ല. ഒറ്റപ്പെട്ട ഇൻസിഡൻസ് അല്ലാതെ കണ്ട് ഒരു പ്രദേശത്തെ മുഴുവനായിട്ടും ഭീതിപ്പെടുന്ന നിലയിൽ കേരളം വിട്ട് ഓടിപ്പോകേണ്ടുന്നൊരു സ്ഥിതിയിലേക്ക്, ഗ്രാമങ്ങൾ വിട്ട് ഓടേണ്ടുന്നൊരു സ്ഥിതിയിലേക്ക് നടന്നിട്ടില്ല. എക്സെപ്ഷൻസ് ഉണ്ട്, ഞാനതിപ്പോൾ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. അപ്പം ഇവിടെ ഈ പീഡനത്തിൻ്റെ നടുവിലൂടെ നാരായൺപൂരിലെ ക്രൈസ്തവർ കടന്നുപോയി. കേരള ക്രൈസ്തവ സഭ വാസ്തവമായി ഇന്ന് വരെ ഒരു പീഡനത്തിലൂടെ കടന്നു പോയിട്ടില്ല. അപ്പോൾ ഈ രണ്ട് കൂട്ടരുടെയും ആത്മീയത ഇങ്ങനെ ഒരു സാഹചര്യത്തിലൂടെ കടന്നു. ഇവരുടെ രണ്ടുപേരുടെ ആത്മീയത കേരളത്തിൽ ജീവിക്കുന്ന നമുക്കും അറിയാം. അവിടെ ചെന്ന് ഇവരെ കണ്ട് അവരുടെ കൂട്ടത്തിൽ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ അങ്ങേക്കത് മനസ്സിലാകുകയും ചെയ്തു. ഈ രണ്ട് ആത്മീയതയും തമ്മിൽ തുലനം ചെയ്യുമ്പോൾ കേരള ക്രൈസ്തവരോട് എന്താണ് പ്രബോധിപ്പിക്കാനുള്ളത്? ആത്മീയത എന്ന് പറയുന്നത് അത് ഈ പീഡനത്തിൻ്റെ നടുവിൽ അവർ സ്വീകരിച്ച നിലപാട്, ചില അനുഭവങ്ങൾ പങ്കുവെക്കുമ്പോഴാണല്ലോ മറുപടിയാകുന്നത്. ഞങ്ങൾ ഒരു ബ്രദറിൻ അസംബ്ലിയിലാണ് ലാസ്റ്റ് പോയത്. ഒരു ബ്രദറിൻ അസംബ്ലിയിലെ ഒരു ശുശ്രൂഷകൻ്റെ സ്ഥലം വിസിറ്റ് ചെയ്യാനായിട്ട് പോയി. അവിടെ 2 ഗ്രാമത്തിൽ നിന്നുള്ള പാവപ്പെട്ട വിശ്വാസികൾ വന്നിട്ടുണ്ട്. അവരിലെ തല പൊട്ടിയ ആശുപത്രി കിടന്ന് ഒരാഴ്ച കഴിഞ്ഞിട്ട് വന്നൊരു പയ്യനുണ്ട്, ചെറുപ്പക്കാരൻ. അവൻ നല്ല ആരോഗ്യമുള്ളവനാണ്. അവരിലെ ഒരു അധ്യാപകനുണ്ട്, അവനും ഉപദ്രവേറ്റവനാണ്. അതിനേക്കാളും ഏറ്റവും ഭീകരമായ ഒരു സംഭവം നേരിൽ കണ്ട് മാനസികമായിട്ട് വളരെയധികം തളർന്നിരിക്കേണ്ടുന്നതായ ഒരു ആൾ അവിടെ വന്നിരുന്നു. ആൾ പറഞ്ഞ സംഭവം ഞാനൊന്ന് പറയാം, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അത് ആ ഗ്രാമത്തിലുള്ള
സ്ത്രീ പുരുഷ ഭേദമന്യേ എല്ലാവരെയും കൊണ്ടുവന്ന് നഗ്നരാക്കി നിർത്തിയിട്ട് കീറുവറ കൊണ്ട് അതുങ്ങളെ അടിച്ചു. വിശ്വാസം വിട്ടുപോരണം എന്ന് പറഞ്ഞ് അടിച്ചു. അവരതിന് തയ്യാറായില്ല. അപ്പോൾ നഗ്നരായിട്ട് നിൽക്കുന്ന ആ പെൺകുഞ്ഞുങ്ങളടക്കമുള്ള സ്ത്രീകളെ തറയിലിരുത്തിയിട്ട് കാലുകൾ രണ്ട് വശങ്ങളിലേക്ക് വലിച്ചു മാറ്റിയ ഒരു അനുഭവം. ആലോചിച്ച് നോക്കിയേ, നമ്മുടെ കുടുംബത്തിലൊരാളാണെങ്കിൽ. പക്ഷേ അവരാ കഷ്ടപ്പാടുകളെല്ലാം സന്തോഷത്തോടെ അനുഭവിച്ചു. ഞാൻ അവരോട് ചോദിച്ചൊരു ചോദ്യം, ആ ചെറുപ്പക്കാരനോട് ചോദിച്ചൊരു ചോദ്യം, ഇത്രയൊക്കെ കഷ്ടം സഹിച്ചപ്പോൾ നിങ്ങൾക്ക് തിരിച്ചടിക്കാൻ കഴിയില്ലായിരുന്നോ? ശക്തിയില്ലായിരുന്നോ? അംഗബലമില്ലായിരുന്നോ? എന്തുകൊണ്ട് നിങ്ങൾക്ക് റിയാക്ട് ചെയ്യാൻ കൂടെ? അപ്പോൾ അവൻ പറഞ്ഞൊരു കാര്യം, അവിടെയാണ് ആത്മീയത കിടക്കുന്നത്. ഞങ്ങൾ ക്രൂശിനെ ധ്യാനിച്ചു. ഞങ്ങൾക്ക് വേണ്ടി കഷ്ടം സഹിച്ചവനായ ക്രിസ്തുവിനെ ഞങ്ങൾ കണ്ടു. ക്രിസ്തുവിൻ്റെ മുഖം ഞങ്ങൾ കണ്ടു. ഞങ്ങളാരും ഞങ്ങളുടെ വിശ്വാസം വിട്ടുപോയില്ല. അതാ ആത്മീയത. അപ്പം ഇവിടെ നമ്മൾ കാണുന്നത് ആത്മീയതയാണോ പ്രകടനങ്ങളാണോ എന്നുള്ളത് മാത്രം സ്വയശോധന ചെയ്താൽ മതി. അവരെ നമ്മൾ പാവപ്പെട്ടവരെന്ന വാക്ക് നമ്മൾ ഉപയോഗിച്ചു. അവർ ഇവിടെ ധനം കൊണ്ട് മാത്രമേ പാവപ്പെട്ടവരായിട്ടുള്ളൂ. അവർ ആത്മീയത കൊണ്ട് വളരെ സമ്പന്നരാണ്, ബഹുസമ്പന്നരാണെന്നല്ലേ അതിലൂടെ തെളിയപ്പെടുന്നത്. തീർച്ചയായിട്ടും. അതാ തെസ്സലോനിക്ക ലേഖനം 1 തെസ്സലോനിക്കർ 1-ാം അധ്യായത്തിൽ അവരുടെ ജീവിത അനുഭവങ്ങളെക്കുറിച്ച് പൗലോസ് ലേഖകൻ കൃത്യമായിട്ട് പറയുന്നുണ്ടല്ലോ. ബഹു കഷ്ടം സഹിക്കേണ്ടി വന്നിട്ടും അവര് ക്രിസ്തുവിന്റെ വചനം സാക്ഷാലാകുന്ന പോലെ ദൈവവചനം അവർ സ്വീകരിച്ചു, കൈക്കൊണ്ടു എന്ന് പറയുന്നത്. അപ്പം ആ വചനം കൈക്കൊള്ളുക മാത്രമല്ല, അത് പ്രായോഗിക തലത്തിൽ കൊണ്ടുവരികയും ചെയ്തു. ഞാനൊരു അനുഭവം പറയാം. ജിം മാത്യു ശുശ്രൂഷിക്കുന്നതായിട്ടുള്ള ഒരു സ്ഥലത്ത് ഞങ്ങൾ ചെന്നപ്പോൾ അവരും ഇതുപോലുള്ള ഉപദ്രവങ്ങളൊക്കെ ഏറ്റ ഈ ജനം വളരെ കഷ്ടപ്പാടുകൾ, സാമ്പത്തിക ഞെരുക്കമൊക്കെ ഉള്ള, ഇപ്പം തൊഴിലൊക്കെ വളരെ കുറവാണ്. അവർക്ക് വരുമാനങ്ങളില്ല. ഇവർക്ക് റേഷനരി പോലും കൃത്യമായിട്ട് കിട്ടുന്നില്ല. ഇവർ പോയി സാധനങ്ങൾ കൊടുക്കുകയാണെങ്കിൽ അത് വാങ്ങിക്കുകയുമില്ല. കടകളിൽ നിന്ന് ഇവർക്ക് സാധനം വാങ്ങിക്കാനും പറ്റുന്നില്ല. ബോയ്ക്കോട്ട് ചെയ്യുകയാണ്. അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ കൂടെ കടന്നു പോവുക. പക്ഷെ ഇവർ വന്ന് ഞങ്ങൾക്കെല്ലാം കൈ തന്നു. എനിക്കും ജസ്റ്റിൻ വക്കീലിനും ഞങ്ങൾക്ക് കൈ തന്നു. ആദ്യം ഒരു റഫ്, എല്ലാ കൈകളും സ്ത്രീ പുരുഷ ഭേദവന് എല്ലാം റഫ് കൈകളാണ്, അധ്വാനിക്കുന്ന കൈകളാണ്. ശരിക്കും തഴമ്പ്, നമ്മളൊരു തടിക്കഷ്ണത്തെ പിടിക്കുന്ന പോലെ. ആ കൈ തന്ന കൂടുതൽ ഒരു പൈസ, ഒരു തുക, രൂപ എൻ്റെ കയ്യിൽ. അപ്പം ഞാനത് കൈ മടക്കാതിരുന്നപ്പോൾ അദ്ദേഹം എൻ്റെ കൈ ഇങ്ങനെ പിടിച്ച് മടക്കി വെച്ചു. അപ്പം ഞാൻ ജസ്റ്റിൻ വക്കീലിനോട് വിളിച്ചു പറഞ്ഞു, ജസ്റ്റിൻ വക്കീലെ, ഇവർ പൈസ കൈ വെക്കുന്നു എന്ന് പറഞ്ഞു. അടുത്ത ആളും വന്നിട്ട് അത് തന്നെയാണ്. ഈ തല്ലുകൊണ്ട് അമ്മച്ചിയും അത് തന്നിട്ട്. അപ്പം ഞാൻ പറഞ്ഞു, ഇത് മേടിക്കാൻ നമുക്ക് അനുവദിക്കുന്നില്ല. നമ്മളങ്ങനെ ഞങ്ങളങ്ങനെ ശീലിച്ചിട്ടുമില്ല. അതുകൊണ്ട് നമുക്ക് ആദ്യമായിട്ടുള്ള അനുഭവമാണ്. അതുകൊണ്ട് എന്താ ചെയ്യേണ്ടതെന്നുള്ള പേടി, ഭയങ്കര പേടിയും എല്ലാം കൂടെ, ഒരു എക്സൈറ്റ്മെൻറ്റും എല്ലാം കൂടെ. ജസ്റ്റ് നേരം അവിടെ നിന്ന് ശുശ്രൂഷകനോട് ചോദിച്ചു, എന്തുകൊണ്ടാണ് ഇവരിത് ഇങ്ങനെ? അദ്ദേഹം പറഞ്ഞാൽ, മേടിക്കാതെ പോകരുത്, മേടിച്ചില്ലെങ്കിൽ അവരെ അവഹേളിക്കുന്നത് തുല്യം, അത് മേടിച്ചേ പറ്റുള്ളൂ. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചപ്പോൾ അതിനകത്ത് ഒരു മധ്യവയസ്കയായിട്ടുള്ള, മധ്യവയസ്കെന്ന് പറയാൻ പറ്റില്ല, 10-35 വയസ്സാണ്. അവർക്ക് ഈ പ്രായം പെട്ടെന്ന് തോന്നിക്കും കേട്ടോ. അതാണ് അധ്വാന ഇതും പിന്നെ നല്ല വസ്ത്രങ്ങളും നല്ല ഭക്ഷണമൊന്നും ഉള്ളവരല്ലല്ലോ, കാലാവസ്ഥയുടെ വ്യതിയാനമൊക്കെ ഉള്ള ആളുകളല്ലേ. അപ്പം 10-35 വയസ്സുള്ള ഒരു സ്ത്രീ പറഞ്ഞത്, വചനം ഞങ്ങളെ പഠിപ്പിച്ചിരിക്കുന്നത്, വചനം പഠിപ്പിക്കുന്നവർക്ക് സകലത്തിലും ഓഹരി കൊടുക്കണം. ശരിക്കും വാവിട്ട് കരയാൻ തുടങ്ങിയ അപ്പം മുതലാണ്. കാരണം ദൈവവചനം കേൾക്കുക മാത്രമല്ല, ആ വചനം തങ്ങളുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കിക്കൊണ്ട് ദൈനംദിന ജീവിതത്തിൽ ആ വചനത്തെ പ്രായോഗിക തലത്തിൽ കൊണ്ടുവരുന്നൊരു സമൂഹം. ഒരു കാര്യം ഓർക്കണം, ആ മീറ്റിങ്ങിൽ ഞാൻ ചോദിച്ചു, നിങ്ങൾക്ക് എത്ര പേർക്ക് എഴുതാനും വായിക്കാനും അറിയാം? 4-5 പേര് മാത്രമേ കൈ ഉയർത്തിയിട്ടുള്ളൂ, ചെറുപ്പക്കാരായിട്ടുള്ള ആളുകൾ. കേട്ട് പഠിച്ചവരാണ്. അതിനകത്ത് വാക്യം മനഃപ്പാടമാക്കിയിട്ട് പറയുന്ന ഒരുപാട് ആളുകളുണ്ട്. നമുക്ക് അതിശയം തോന്നും. ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ വലിയ പ്രവൃത്തിയാണ് അവിടെ നടക്കുന്നത്. വേറൊരു കാര്യം, ഈ പീഡനങ്ങളൊക്കെ ഇങ്ങനെ നടന്നു കഴിയുമ്പോൾ പീഡിപ്പിക്കുന്ന ആളുകൾ തന്നെ കർത്താവിലേക്ക് വരുന്നു എന്നുള്ളതാണ് മറ്റൊരു സത്യം. അതാണല്ലോ ചരിത്രം. അതാ ചരിത്രം. ഇപ്പം ഇന്നത്തെ ഒരു വാർത്താ സമ്മേളനത്തിൽ ഒരു ജന്മഭൂമിയുടെ മാധ്യമപ്രവർത്തകൻ ചോദിക്കുകയുണ്ടായി, നിങ്ങൾ ക്രിസ്ത്യാനികൾ കഷ്ടം സഹിക്കേണ്ടുന്നവരല്ലേ? കഷ്ടം സഹിക്കാൻ വേണ്ടിയല്ലേ നിങ്ങൾ ശീലിച്ചിട്ടുള്ളതും പഠിപ്പിക്കുന്നതും? നിങ്ങളുടെ പ്രമാണം അങ്ങനെയല്ലേ? നിങ്ങളുടെ ക്രിസ്തു?
തീർച്ചയായിട്ടും അതിനൊന്നും നമുക്കൊരു വിഷമവുമില്ല. അവർ കഷ്ടം സഹിക്കുന്നതിനകത്ത് നമുക്കൊരു പ്രയാസമില്ല. പക്ഷേ അവർക്ക് ലഭിക്കേണ്ടുന്ന ഒരു മാനുഷിക പരിഗണനയുണ്ട്. അവർക്ക് സർക്കാർ നമ്മുടെ രാഷ്ട്രം അനുവദിച്ചു കൊടുത്തിരിക്കുന്ന, അനുവദിച്ചു കൊടുക്കണ്ട, വി ദ പീപ്പിൾ എന്നും പറഞ്ഞിട്ടാ റൈറ്റ് എന്ന് പറയുന്നത് വി ദ പീപ്പിൾ. നമ്മൾ ഈ രാജ്യത്തിൻ്റെ മക്കളായ നമുക്ക് വേണ്ടി എഴുതിയിരിക്കുന്ന ഭരണഘടനയാണ്. ആ ഭരണഘടന അനുവദിക്കുന്ന ഒരു സ്വാതന്ത്ര്യമുണ്ട്, വിശ്വസിക്കാനും ആചരിക്കാനും പ്രൊപ്പഗേറ്റ് ചെയ്യാനുള്ള. അത് എവിടെ എന്നുള്ളതാണ്. അവർക്ക് കിട്ടേണ്ടുന്ന നീതി എവിടെ, അവർക്ക് കിട്ടേണ്ടുന്ന മാനുഷിക പരിഗണന എവിടെ? പക്ഷെ അതൊന്നും ലഭിച്ചില്ലെങ്കിലും അവരുടെ വിശ്വാസം, അവരോടൊരു ചോദ്യം ചോദിച്ചു, നിങ്ങൾക്ക് 1,00,000 രൂപ നാളെ ഞാൻ തരാം, നിങ്ങൾ ഈ വിശ്വാസം വിട്ടു പോകാമോ? പറഞ്ഞ നിങ്ങൾ തരുന്ന 1,00,000-ത്തേക്കാളും എത്രയോ സമ്പന്നനായ ഒരു കർത്താവിനെ ഞങ്ങൾ കിട്ടിയിരിക്കുന്നത്. പത്രോസ് പറഞ്ഞ മറുപടി, നിന്നെ വിട്ട് ഞങ്ങൾ ഇവിടെ പോകാൻ, നിത്യജീവന്റെ മൊഴികൾ നിന്നിലുണ്ടല്ലോ. അപ്പോൾ അത് ശരിയായി മനസ്സിലാക്കിയ ഒരു സമൂഹം, എന്നാൽ അവരുടെ ജീവിതത്തിന് ഒരു ടോട്ടൽ ട്രാൻസ്ഫോർമേഷൻ ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ അത് അരി കൊടുത്തോണ്ടോ മണി കൊടുത്തോണ്ടോ ഒന്നും അവരെ ആർക്കും പറ്റുകയില്ല. ഞാൻ റൈപ്പൂരിൽ ഇൻ്റർവ്യൂ നടത്തിയ സമയത്ത് മാധ്യമ പ്രവർത്തകരിൽ ഒരാൾ ചോദിച്ചത്, അവിടെ ഫോഴ്സ്ഫുൾ കൺവേർഷൻ, പൈസ കൊടുത്തു, സാധനം കൊടുത്തു. ഞാൻ തിരിച്ച് അദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങൾക്ക് ഞാൻ ഒരു ഹ്യൂജ് എമൗണ്ട് തരാം, നിങ്ങൾ മതം മാറുമോ എന്ന് ചോദിച്ചു. നിങ്ങളുടെ മതം മാറാമോ? അതില്ല. പിന്നെ എന്ത് കേരളത്തിൽ നിങ്ങൾ പറയുന്നത്? ഈ ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞിട്ട് പ്രചരിപ്പിക്കാൻ പലർക്കും താല്പര്യമുണ്ട്. വേറൊരു സോഷ്യൽ മീഡിയക്കാരൻ പറഞ്ഞു അവരെല്ലാവരും ഒരു മതത്തിൽ ഉൾപ്പെട്ടവരാണ്. സത്യം പറയാമല്ലോ ബ്രദറെ, അങ്ങനെ ഈ വനവാസികൾക്ക് ഒരു മതവുമില്ല. അവർക്കൊരു മതവുമില്ല. അവർക്ക് ഏത് മതത്തിൽ അല്ലെങ്കിൽ ഏത് മതത്തിലോ മതമില്ലാത്ത വിശ്വാസത്തിലോ ഒക്കെ അവർക്ക് വിശ്വസിക്കാം. ഈ പറഞ്ഞ ആളുകൾ മതത്തിലല്ല വിശ്വസിച്ചത്, അവർ ക്രിസ്തുവിലാണ് വിശ്വസിച്ചത്. അപ്പോൾ ആ ക്രിസ്തു വിശ്വാസികളെയാണ് ഉപദ്രവിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് അത് തെറ്റാണ്, നിങ്ങളത് ചെയ്യരുത്. അവർ രാജ്യത്തിന് വേണ്ടി, രാജ്യത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടി അധ്വാനിക്കാനായിട്ട് പഠിപ്പിക്കപ്പെടുന്നവരാണ്, ശീലിപ്പിക്കപ്പെടുന്നവരാണ്, പരിശീലിപ്പിക്കപ്പെടുന്നവരാണ്. അതിൻ്റെ തെളിവാണ് അവർ റിട്ടാലിയേറ്റ് ചെയ്യാത്തത്, മടക്കി ഉപദ്രവിക്കാത്തത്. ഇനി അവരുടെ പലരുടെയും ജോലികൾ കൊടുക്കാതിരിക്കുകയാണ്. ഒരു ഇതിനകത്ത് 70 പേര് ജോലി ചെയ്യുന്നുണ്ട്, ക്രിസ്ത്യ വിശ്വാസികൾ. അവരുടെ ജോലി അവരുടെ പിരിച്ചുവിടണമെന്ന് പറഞ്ഞ് കത്ത് കൊടുത്തിട്ടുണ്ട് ഗർഭാപസിക്കാർ. ഒരു ചോദ്യം കൂടെ ചോദിച്ചിട്ട് ഞാൻ നിർത്തുകയാണ്. ഈ പീഡനത്തിലൂടെ കടന്നുപോയ ഈ നാരായൺപൂർ പരിസരത്തുള്ള വിശ്വാസികൾ, അവരുടെ റിഹാബിലേഷൻ അല്ല, അവരുടെ ജോലി സംബന്ധിച്ച് ഇപ്പോൾ പറഞ്ഞ കാര്യം, അതുപോലെ തന്നെ അവരുടെ നഷ്ടപ്പെട്ട വസ്തുവകൾ സംബന്ധിച്ച്, അതുപോലെ തന്നെ അവരുടെ മറ്റ് ക്ഷേമ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഗവൺമെൻറ് തലത്തിൽ നിന്നും, അതുപോലെ ക്രൈസ്തവ കൂട്ടായ്മകളുണ്ടല്ലോ, നമുക്ക് ഒരുപാട് കൂട്ടായ്മകളുണ്ട്, ആ വശത്തു നിന്നും ഇപ്പം എന്താ പറയുന്നത്, ഈ പ്രോസിക്യൂഷൻ റിലീഫ് ഫണ്ടുകളുണ്ട്, ആ വശത്തു നിന്ന് ഏത് നിലയിലുള്ള ഒരു നടപടിയാണ് ഗവൺമെൻറ് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ ക്രൈസ്തവ കൂട്ടങ്ങൾ എന്താണ് ഇനി ചെയ്യേണ്ടത്, അത് സംബന്ധിച്ചും കൂടെ എന്തെങ്കിലും പറഞ്ഞാൽ ആളുകൾക്കത് മനസ്സിലാകുമല്ലോ. ഓക്കെ, ഞങ്ങൾ പോരുന്ന വഴിക്ക് ഞങ്ങളുടെ കൂട്ടത്തിലൊരു ടീച്ചർ, അവരുടെ ഒരു ടീച്ചർ ഉണ്ടായിരുന്നു. അപ്പോൾ പുള്ളിക്കാരനോട് ഞങ്ങൾ ചോദിച്ചു, ഞങ്ങൾ ഏത് വിധത്തിലായിരിക്കും സഹായിക്കണം. നമ്മൾ ചെറിയ തോതിലൊക്കെ പലയിടങ്ങളിൽ ചെന്നപ്പോൾ ചെറിയ തോതിൽ നമ്മുടെ കയ്യിലുണ്ടായിരുന്നതൊക്കെ നമ്മൾ ആ വിധത്തിൽ ചെയ്തു എന്നുള്ളത് സത്യമാണ്. പക്ഷേ കൂടുതലായിട്ട് ആരോടെങ്കിലും പറഞ്ഞെന്തെങ്കിലുമൊക്കെ ചെയ്യണമോ? അവർ പറഞ്ഞു, ഞങ്ങൾക്ക് പൈസ അല്ല വേണ്ടത്, ഞങ്ങൾക്ക് പൈസ വേണ്ട, ഞങ്ങൾക്ക് അധ്വാനിച്ചുണ്ടാക്കാൻ അറിയാം. സർക്കാർ തരുന്നുണ്ടോ? സർക്കാർ തരണ്ട, ഞങ്ങൾക്ക് അധ്വാനിച്ചുണ്ടാക്കാൻ ദൈവം ശക്തിയും കഴിവും തന്നിട്ടുണ്ട്. ഞങ്ങൾക്ക് വേണ്ടുന്ന നീതിയാണ്, ഞങ്ങൾക്ക് സ്വാതന്ത്ര്യമാണ് വേണ്ടത്. ഞങ്ങളുടെ അധ്വാനത്തിൻ്റെ ഫലമെടുക്കുവാൻ, അധ്വാനിക്കുന്നതെല്ലാം തന്നെ ഞങ്ങൾക്ക് ലഭിക്കത്തക്കവണ്ണമുള്ള ഒരു സ്വാതന്ത്ര്യവും നീതിയും അതിനുള്ളൊരു സാഹചര്യവും ഞങ്ങൾക്ക് ഒരുക്കി തരാനായിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കണം. നിങ്ങളുടെ പ്രാർത്ഥനയാണ് ഞങ്ങൾക്ക് വേണ്ടത്. അപ്പം സഹായിക്കുന്നത് വേണമെങ്കിൽ ശുശ്രൂഷകരെ നമുക്ക് സഹായിക്കാം, പക്ഷെ അവർക്ക് വിശ്വാസികൾക്ക് ആരുടെയും സഹായം വേണ്ട, അവരാരുടെയും സഹായം മേടിക്കുന്നുമില്ല എന്നുള്ളതിൻ്റെ നല്ല തെളിവാണ്. അവർ ചെറിയതാണെങ്കിലും, അവരെ നമ്മളെ സംബന്ധിച്ച് ചെറിയതാണെങ്കിലും അവരെ സംബന്ധിച്ച് വലിയ കാര്യമാണ്. ഇനി വലിയ കാര്യമെന്ന് ഞാൻ പറയുമ്പോൾ വലിയ ഭീമമായ തുകയൊന്നുമല്ല, 20 രൂപ 50 രൂപയൊക്കെയാണ്. അതൊക്കെ കൊണ്ടുവന്ന് എല്ലാം കൂടെ നോക്കിയപ്പോൾ ആ കൂട്ടായ്മ എനിക്ക് 1,020 രൂപ കിട്ടി കേട്ടോ. 1,020 രൂപ ഞാൻ വക്കീലിനോട് അപ്പോൾ വക്കീലിൻ്റെ കയ്യിലും കൊടുത്തു, വക്കീലിൻ്റെ കയ്യിലും കൊണ്ട് കൊടുത്തു. അപ്പം രണ്ടും കൂടെ 1,020 രൂപ ഉണ്ടായിരുന്നു, ഞങ്ങൾക്ക് 2 പേർ കൂടെ കിട്ടി. അപ്പോൾ ഞാൻ അവിടുത്തെ വേറൊരു കാര്യത്തിന് വേണ്ടി അതങ്ങ് മാറ്റി വെച്ച് കൊടുത്തു എന്നുള്ളത് ശരിയാണ്. എങ്കിലും ഞാൻ പറഞ്ഞത് അങ്ങനെ ചെറുതാണെങ്കിൽ പോലും കൊടുത്ത് ശീലിക്കുന്നവരാണ്, വാങ്ങി ശീലിക്കുന്നവരല്ല. അപ്പോൾ അവർക്ക് വേണ്ടി നമ്മുടെ പൈസയല്ല, അവർക്ക് വേണ്ടുന്ന സ്വാതന്ത്ര്യമാണ്, നീതിയാണ്, ന്യായമായിട്ട് അവർക്ക് കിട്ടുന്നതായ അവകാശങ്ങൾ നേടിയെടുക്കാനായിട്ട് അവരെ സഹായിക്കാൻ അതോടൊപ്പം നിൽക്കുക. ആ വിഷയത്തിൽ കേസിൻ്റെ കാര്യത്തിൽ
ഏത് വിധത്തിലുള്ളൊരു സഹായത്തിലാണ്? ഇപ്പോൾ കേസുണ്ടല്ലോ അതിനകത്ത്, FIR വീഴുമല്ലോ, അതിനകത്ത് ഇപ്പോൾ കോടതി കയറി ഇറങ്ങുക മറ്റു കാര്യങ്ങൾക്കൊക്കെ അവിടെ നമുക്ക് മറ്റൊന്നുമല്ല വേണ്ടത്, അവിടെ ആളും അർത്ഥവും തന്നെയാണ് വേണ്ടത്. ഈ രണ്ട് കാര്യത്തിൽ ഇപ്പം ഡൽഹി കേന്ദ്രമാക്കിയിട്ട് ഇങ്ങനെ പ്രോസിക്യൂഷൻ നടക്കുന്നവരുടെ കേസുകൾ വന്നിട്ടുണ്ട്. കേസൊന്ന് നീട്ടിവെച്ചിട്ടുണ്ട്. ഇപ്പം ഫെബ്രുവരി 7-ാം തീയതിക്ക് വീണ്ടും നീട്ടിവെച്ചു. കഴിഞ്ഞ ആഴ്ച ആയിരുന്നു എടുത്തത്, 9-ാം തീയതി ആയിരുന്നു എടുത്തിട്ട് ഭയങ്കര തർക്കങ്ങളും വാദങ്ങളും ഒക്കെ ആയിട്ട് മുന്നോട്ട് നീട്ടിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഒരു കാര്യം നമ്മൾ ഉറപ്പിച്ച് പറയേണ്ടത്, ഇവരാരും തന്നെ ഒരു പ്രത്യേക മതത്തിൻ്റെ ആളുകളല്ല. അവർക്ക് മതമില്ല. പിന്നെ അവർക്ക് കേസും കാര്യങ്ങളും നടത്താൻ അവർക്ക് ഒരു ലീഡർ ഇല്ല എന്നുള്ള ഒരു വലിയ അപജയം തന്നെയാണ്. അപ്പം നമ്മളിവിടുന്ന് ചെന്നത് കൊണ്ട് രണ്ട് കാര്യങ്ങൾ സംഭവിച്ചു. ഒന്ന്, ഹോം മിനിസ്റ്ററെ കാണാനായിട്ട് ഇടയായി. ബഹുമാനപ്പെട്ട ഹോം മിനിസ്റ്ററെ കണ്ട് ഞങ്ങൾ നിവേദനം കൊടുത്തു. വളരെ കൃത്യമായി ഇന്ന പ്രശ്നങ്ങൾ അവിടെ ഉണ്ട്, ദാറ്റ് ഹാസ് ടു ബി സെറ്റിൽഡ് ഡൗൺ ഇമ്മീഡിയറ്റ്ലി ആൻഡ് ടേക്ക് കെയർ ഓഫ് ദി നീഡി പീപ്പിൾ എന്ന് പറഞ്ഞു. ആൻഡ് ദേ വിൽ ഡു ഇറ്റ് എന്നുള്ളത് അവർ പറയുകയും, ഇന്നലെ ഞങ്ങൾ പോരുന്നതിന് മുമ്പായിട്ട് തന്നെ പത്രത്തിൽ ആ വാർത്ത വന്ന്, ആ വാർത്തയിൽ അവിടെ നാരായൺപൂർ ജില്ലയിൽ അതിക്രമം നടത്തുന്നവർക്ക് ബെയിലില്ലാതെ 1 വർഷത്തേക്ക് തടവ് കൊടുക്കുന്നതായിരിക്കുമെന്ന് വളരെ കൃത്യമായിട്ട് പത്രത്തിൽ ഓർഡർ ഇറക്കിയതായിട്ട് വരികയും ചെയ്തു. അപ്പോൾ അതൊരു വലിയ പുരോഗതിയാണ്. നമ്മൾ ചെന്നുകൊണ്ട് ഉണ്ടായൊരു നല്ല സഹായം തന്നെയാണ് അവരെ സംബന്ധിച്ച്. രണ്ടാമത്തേത്, അവർ ഒറ്റപ്പെട്ടിട്ടില്ല. അപ്പോൾ ഞങ്ങൾ ഇന്നലെ അരുൺ പനാൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അവിടുത്തെ ഒരു പ്രധാനപ്പെട്ട ക്രിസ്ത്യൻ ലീഡറുമായിട്ട് കാണാനായിട്ട് ഇടയാത്തിരുന്നു, ആർച്ച് ബിഷപ്പിനെ കണ്ടതിന് ശേഷം, കാണുന്നതിന് മുമ്പായിട്ട്. അപ്പം അദ്ദേഹം പറഞ്ഞത്, ഞങ്ങൾക്ക് നിങ്ങൾ വന്നപ്പോൾ തന്നെ കേരള ക്രിസ്ത്യൻസ് ഞങ്ങളുടെ കൂടെ ഉണ്ടല്ലോ എന്നുള്ള വലിയൊരു ധൈര്യം ഞങ്ങൾക്ക് പകർന്നു തന്നു. ഒരു മാനസികമായിട്ട് അവർക്കൊരു ധൈര്യം ഉണ്ടായി. ഞങ്ങളെ യാത്ര അയക്കുന്ന സമയത്ത് ബ്രദർ രാജു മാത്യു, അദ്ദേഹം രാജു വർഗീസ്, അദ്ദേഹം ഒരു ബിസിനസ്സുകാരനാണ്. ബ്രദറിന് അസംബ്ലിയിൽ ഉൾപ്പെട്ട് അദ്ദേഹത്തിൻ്റെ വീട്ടിലാണ് ഞങ്ങൾ ഞാൻ രാവിലെ എത്തിയത്. അവിടെ താമസിക്കുകയും അദ്ദേഹമാണ് ഞങ്ങളെ ഹോം മിനിസ്റ്റർ അടുക്കലും അതുപോലെ തന്നെ മറ്റേ അദ്ദേഹത്തിൻ്റെ ഗവർണറുടെ അടുക്കലൊക്കെ കൊണ്ടുപോയത്. അതുപോലെ ഞങ്ങൾ പ്രതിപക്ഷ നേതാവിനെ കാണാൻ പോയി കേട്ടോ. പ്രതിപക്ഷ നേതാവ് മുൻ മന്ത്രിയായിരിക്കുന്ന BJPയുടെ ഒരു നേതാവ്, അദ്ദേഹത്തോട് ഈ കാര്യങ്ങളെക്കുറിച്ച് പറയാനായിട്ടൊക്കെ പോയി. പക്ഷേ അദ്ദേഹം 4 മണിക്ക് ശേഷം വരുള്ളൂ എന്ന് പറഞ്ഞു. ഞങ്ങൾക്ക് 6 മണിക്ക് ഫ്ലൈറ്റും, അതുകൊണ്ട് 4 മണിക്ക് മുമ്പ് നമ്മൾ എയർപോർട്ടിൽ വരേണ്ടതുകൊണ്ട് അദ്ദേഹത്തെ കാണാൻ കഴിഞ്ഞില്ല. അല്ലെങ്കിൽ അവിടെ കോടതി നമ്മളെ വളരെ സ്നേഹത്തോടു കൂടി തന്നെയാണ് അവർ സ്വീകരിച്ചതും അവിടെ സംസാരിച്ചൊക്കെ ആളുകൾ, അദ്ദേഹത്തെ കണ്ടില്ലെങ്കിലും. അപ്പോൾ അതിനൊക്കെ സാധിച്ചത് ഈ രാജു വർഗീസ് എന്ന് പറയുന്ന ബ്രദറാണ്. അപ്പോൾ ജിമ്മാണ് ഞങ്ങൾ എല്ലായിടത്തും 300 കിലോമീറ്ററിന് മേലെ ഡ്രൈവ് ചെയ്ത് ഓരോ സ്ഥലങ്ങളിലും കൊണ്ടുപോയി താമസിപ്പിക്കുകയും അതോടൊപ്പം തന്നെ ആളുകളുമായിട്ട് കാണാനിടയാക്കുകയും ചെയ്ത്. അപ്പോൾ അവർ രണ്ടുപേരും ഞങ്ങളെ യാത്ര അയച്ചപ്പോൾ പറഞ്ഞത്, നിങ്ങളുടെ ഈ പ്രാവശ്യത്തെ വരവ് കൊണ്ട് ഞങ്ങൾ അനാഥരല്ല എന്നുള്ള, ഭൗതികമായിട്ട് നോക്കുമ്പോൾ അനാഥരല്ല എന്നുള്ളത് നിങ്ങൾ തെളിയിച്ചിരിക്കുന്നു. അപ്പോൾ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയോട്, കേരളത്തിലുള്ള ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയോട് അവർ വളരെ നന്ദിയുള്ളവരാണെന്ന് പറയണം എന്നും പറഞ്ഞു. താങ്ക് യു അച്ചോ. കഴിഞ്ഞ ഇത്രയും മിനിറ്റ്സ് ട്രൂത്ത് ഫൈറ്റേഴ്സിന് ഒരു ഇൻ്റർവ്യൂ നൽകിയതിന് വളരെ നന്ദിയുണ്ട്. വളരെ തിരക്കേറിയ ജീവിതത്തിൽ ഇനിയും കർത്താവിൻ്റെ ശുശ്രൂഷയിൽ വളരെ അധികം പ്രയോജനപ്പെടേണ്ട ഒരു ദൈവദാസനാണ്. ട്രൂത്ത് ഫൈറ്റേഴ്സിൻ്റെ എല്ലാ പ്രേക്ഷകരും തേക്കടയിൽ അച്ഛന് വേണ്ടി, ജോൺസൺ തേക്കടയിൽ അച്ഛന് വേണ്ടി നിങ്ങളുടെ പ്രാർത്ഥനകളിൽ ഈ കുടുംബത്തെയും ശുശ്രൂഷകളെയും ഓർത്ത് പ്രാർത്ഥിക്കണം. ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു അഭിമുഖം തന്നതിന് കർത്താവിൻ്റെ നാമത്തിലുള്ള നന്ദി അച്ഛനോട് അറിയിക്കുകയാണ്. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ക്രിസ്തുവിനായി പ്രവർത്തിച്ചാൽ ക്രിസ്തുവിനായി, മരിച്ചാൽ ക്രിസ്തുവിനായി.